Alhamdulillahi Rabbil Alamin. As-salatu was-salamu ala sayyidina wa nabiyyina wa habibina ومنجينا ومرشدنا وهادينا وقرة أعيننا وثمرة فؤادنا ومعشوقنا ومحبوبنا محمد صلى الله عليه وسلم وعلى آله وأصحابه وأتباعه وذرياته أجمعين. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله. عليه توكلت وإليه أنيب. عليه توكلت وإليه أنيب. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله العلي العظيم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. خذ بأيدينا قلت حيلتنا أدركنا مرادنا يا حبيب الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. صدق الله مولانا العلي العظيم. وقال نبينا وحبيبنا وقائدنا وأسوتنا وقدوتنا محمد صلى الله عليه وسلم: كل مولود يولد على الفطرة فأبواه يهودانه أو يمجسانه أو ينصرانه. صدق رسوله النبي الكريم.
يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ആദരണീയരും ബഹുമാന്യരുമായ നമുക്കേവർക്കും പ്രിയങ്കരനും സർവാദരണീയനുമായ ഞാൻ വളരെയേറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെയൊക്കെ ആത്മീയ നേതൃത്വം അഭിനന്ദനായ സയ്യിദ് അത്താഉല്ലാഹ് തങ്ങളവറുകളെ, ബഹുമാന്യരും ആദരണീയരുമായ ഈ വേദിയെ ധന്യമാക്കിയിട്ടുള്ള മറ്റു സയ്യിദന്മാർ, പണ്ഡിത ശ്രേഷ്ഠരെ, ഈ അനുഗ്രഹീതമായ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ആദരണീയരും ബഹുമാന്യരുമായ മുഅ്മിനീങ്ങളെ, പ്രിയം നിറഞ്ഞ മുഅ്മിനാത്തുകളെ, വളരെ പരിശുദ്ധവും പരിപാവനവും മഹത്വമേറിയിട്ടുമുള്ള ഒരു സംഗമത്തിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ, നമ്മുടെ പറയലും കേൾക്കലും പിരിയലും എല്ലാം അല്ലാഹു വലിയ പ്രതിഫലമുള്ള അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞുപോയ, നമ്മളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും ഖബറിടം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. നമ്മെ സ്നേഹിച്ചവർ, നാം സ്നേഹിച്ചവർ, നമ്മെ ആദരിച്ചവർ, നാം ആദരിച്ചവർ, ഇൽമിന്റെ വഴിയെ നമ്മെ സഹായിച്ചവർ, നമുക്ക് ഭക്ഷണം നൽകിയവർ, അങ്ങനെ പലരും, എല്ലാവരുടെയും ഖബറിടം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ, സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെയും നമ്മയും അവന്റെ സുഖലോക സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ ഒരുപാട് സംഗമങ്ങളിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ക്ഷണികമായ, താൽക്കാലികമായ, വളരെ തുച്ഛമായ ഈ ആയുസ്സിൽ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ ഒരുപാട് നന്മയുടെ സംഗമങ്ങളിൽ സമ്മേളിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന ആമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അതിമനോഹരമായ ഈ വേദിയിൽ കഴിഞ്ഞ വർഷത്തേതുപോലെ വീണ്ടും ഒരിക്കൽ കൂടി ഒരുമിച്ച് കൂടാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തേതിലേറെ പകിട്ടും തനിമയും ഇന്നത്തെ ഈ പരിപാടിക്ക് എനിക്ക് അനുഭവപ്പെടുകയാണ്. അതിമനോഹരമായ ഒരു സ്റ്റേജും അതുപോലെ തന്നെ വളരെ ഭംഗിയായ ഒരു സദസ്സും. കുറച്ച് ആളുകളുടെ കുറവുണ്ട്, അത് ഇൻഷാ അല്ലാഹ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ സദസ്സ് പൂർണ്ണമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഒരുമിച്ച് കൂടാനും വരാനുമൊക്കെ സാധിച്ചതിൽ സന്തോഷമുണ്ട്. അതിനവസരം നൽകിയ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് 1000 സ്തോത്രങ്ങൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ പരിപാടിയുടെ പ്രിയപ്പെട്ട സംഘാടക സമിതി ഭാരവാഹികൾ, ഇതിനുവേണ്ടി ദിവസങ്ങളായി ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ സഹിച്ചിട്ടുള്ള ബഹുമാന്യരും ആദരണീയരുമായ ഇതിന്റെ അണിയറ ശില്പികൾ, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ, എല്ലാവരുടെയും പരിശ്രമം അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവരുടെയും എല്ലാവിധ പ്രവർത്തനങ്ങളെയും പ്രയത്നങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം നൽകി ആദരിക്കുമാറാകട്ടെ എന്നുകൂടി ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുകയാണ്. മക്കൾ ഭൂമിയിലെ സ്വർഗം എന്നതാണ് വിഷയം. സ്വർഗാവകാശികൾ എന്നായിട്ടുണ്ട്. അത് പക്ഷേ പ്രിന്റിംഗ് മിസ്റ്റേക്കോ മറ്റോ ആകാം. മക്കൾ ഭൂമിയിലെ സ്വർഗം എന്നതാണ് നമ്മുടെ വിഷയം. അല്ലാഹു നല്ലപോലെ വിഷയം പറയാനും കേൾക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് മക്കൾ എന്ന് പറയുന്നത്. ഏതൊരു അനുഗ്രഹവും പോലെ
അത് ഉള്ള ആളുകൾക്ക് അതിന്റെ മഹത്വം, അതിന്റെ വലിപ്പം, അതിന്റെ മഹിമ വേണ്ട പോലെ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതില്ലാത്ത ആളുകൾക്ക് അതില്ലാതിരിക്കുമ്പോഴുള്ള വിഷമം അറിയുകയുള്ളൂ. കണ്ണില്ലാത്തവനെ കണ്ണിന്റെ വിലയറിയുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ മക്കളില്ലാത്ത ആളുകൾക്ക് അതിന്റെ വിഷമം അറിയുകയുള്ളൂ. മക്കളുള്ള ഒരുപാട് ആളുകളെ കാണുമ്പോൾ മക്കളില്ലാത്ത ആളുകൾക്ക് വല്ലാതെ പ്രയാസം അനുഭവപ്പെടാറുണ്ട്. പലപ്പോഴും പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഈ വിഷയം പറയുമ്പോ ഞാൻ ഓർക്കുകയാണ്, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുകയാണ്. അല്ലാഹുവേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത പലരുമുണ്ട്. നീ അവർക്കൊക്കെ സ്വാലിഹീങ്ങളായ സന്താന ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ നീ സ്വാലിഹീങ്ങളായ മക്കളെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾ ഭൂമിയിലെ സ്വർഗമാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്ത് പരലോകത്ത് വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളൊരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തെ പറ്റി പറയാൻ അല്ലാഹു ഉപയോഗിച്ച അതേ പദം കൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല മക്കളെ പറ്റി പറയാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അത് വിശദീകരിച്ചുകൊണ്ട് മഹാരഥന്മാരായ ആലിമീങ്ങൾ പറയുകയാണ്, പരലോകത്തുള്ള സ്വർഗത്തിന് തുല്യമാണ് ഭൂമിയിലെ സന്താനങ്ങൾ എന്ന് പറയുന്നത്. അതാണ് ഭൂമിയിലെ സന്താനങ്ങൾ, ഭൂമിയിലെ സ്വർഗം എന്ന് പറയാൻ കാരണം. മക്കൾ ഭൂമിയിലെ സ്വർഗമാണ്. ആകാശലോകത്ത് പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളുടെ പറുദീസയായ സ്വർഗം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്വർഗത്തെ പറ്റി പറയാൻ അല്ലാഹു ഉപയോഗിച്ചിട്ടുള്ളത് ബുഷ്റ എന്ന അറബി പദമാണ്. സന്തോഷം, സന്തോഷവാർത്ത, ആനന്ദം എന്നൊക്കെ അർത്ഥം വരുന്ന ബുഷ്റ എന്ന അറബി പദമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ പറ്റി പരാമർശിക്കാൻ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് കാണാം സൂറത്തുൽ ഹദീദിന്റെ 12ാമത്തെ വചനം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാതി യസ്ആ നൂറുഹും ബൈന ഐദീഹിം വ ബിഐമാനിഹിം, ബുശ്റാകുമുൽ യൗമ ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ ദാലിക ഹുവൽ ഫൗസുൽ അളീം. വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, നബിയേ, യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും നിങ്ങൾക്ക് കാണാം ആ ദിവസം, അന്ത്യനാളിൽ മഹ്ശറയിൽ. യസ്ആ നൂറുഹും ബൈന ഐദീഹിം വ ബിഐമാനിഹിം, അവരുടെ നാല് ഭാഗത്തും പ്രകാശം അങ്ങനെ സ്ഫുരിക്കുന്നത് നിങ്ങൾക്ക് കാണാം നബിയേ. അവരുടെ മുന്നിലും അവരുടെ വലതു ഭാഗത്തും അങ്ങനെ പ്രകാശം പരക്കുന്നത് നിങ്ങൾക്ക് കാണാം നബിയേ. ബുശ്റാകുമുൽ യൗം, അവരോട് അല്ലാഹുവിന്റെ മാലാഖമാർ പറയും, ബുശ്റാകുമുൽ യൗം, ഇന്ന് നിങ്ങൾക്ക് സന്തോഷമാണ്, ഇന്ന് നിങ്ങൾക്ക് ആനന്ദമാണ്, ആഹ്ലാദമാണ്. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, എന്താണ് നിങ്ങൾക്കുള്ള ആനന്ദം? നിങ്ങൾക്കിന്ന് തോട്ടങ്ങൾ ലഭിക്കാൻ പോവുകയാണ്. ഇങ്ങനെയുള്ള തോട്ടങ്ങളാണ് തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്തുകൂടെ അരുവികൾ അങ്ങനെ ഒഴുകുന്നുണ്ട്. അങ്ങനെയുള്ള തോട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ദിവസമാണിന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമാണ്, നിങ്ങൾക്ക് ആനന്ദമാണ്. ഖാലിദീന ഫീഹാ, ആ
ആ തോട്ടങ്ങളിൽ നിങ്ങൾ താൽക്കാലികന്മാരല്ല, നിങ്ങൾ ശാശ്വതരാണ്. എന്നുമെന്നും നിങ്ങൾ ഈ തോട്ടങ്ങളിൽ ആനന്ദം കൊള്ളേണ്ടവരാണ്, നിങ്ങൾ സന്തോഷിക്കേണ്ടവരാണ്. ദാലിക ഹുവൽ ഫൗസുൽ അദീം. ഇതാണ് വണ്ണമായ വിജയം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദിന്റെ 12-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അരുൾ ചെയ്യുകയാണ്. ഇവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തെ പറ്റി പറയാൻ ഉപയോഗിച്ചത് ബുശ്റാകുമുൽ യൗം. ഇന്ന് നിങ്ങൾക്ക് സന്തോഷമാണ്, ഇന്ന് നിങ്ങൾക്ക് ആനന്ദമാണ്. ബുഷ്റ എന്ന പദമാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കണേ. ബുഷ്റ എന്ന പദമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തെ പറ്റി പറയാൻ ഉപയോഗിച്ചതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തു മറിയം 7-ാമത്തെ വചനം, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയാ. മഹാനായ സയ്യിദുനാ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുകയാണ്, യാ സക്കരിയ, ഓ സക്കരിയ നബിയെ, ഇന്നാ നുബശ്ശിറുക, നിങ്ങളെ നാം സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. നിങ്ങൾക്ക് സന്തോഷമാണ് സക്കരിയ നബിയെ. എന്താണ് നിങ്ങൾക്കുള്ള ആനന്ദം? ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ, യഹ്യ എന്ന് പേരുള്ള ഒരു കുഞ്ഞ് നിങ്ങൾക്ക് ജനിക്കാൻ പോവുകയാണ്. യഹ്യ എന്ന് നാമകരണം ചെയ്യപ്പെടുന്ന ഒരു കുഞ്ഞ് നിങ്ങൾക്ക് ജനിക്കാൻ പോവുകയാണ്. ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയാ. അങ്ങനെയൊരു പേര് ഇതിനു മുമ്പ് ഒരാൾക്കും ലോകത്ത് നൽകപ്പെട്ടിട്ടില്ല. സക്കരിയ നബിയെ, അങ്ങയുടെ മകനായി വരാൻ പോകുന്ന യഹ്യ എന്ന കുട്ടിക്കല്ലാതെ ലോകത്തിന്ന് വരെ ഒരു കുഞ്ഞിനും ആ പേര് നൽകപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു കുഞ്ഞ് നിങ്ങൾക്ക് വരാൻ പോകുന്നുവെന്ന സന്തോഷം നിങ്ങളെ നാം അറിയിക്കട്ടെയോ സക്കരിയ നബിയെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇവിടെ അല്ലാഹു ഉപയോഗിച്ച പദം എന്താണ്? ഇന്നാ നുബശ്ശിറുക സക്കരിയ നബിയെ, നിങ്ങളെ നാം സന്തോഷം അറിയിക്കുകയാണ്. സ്വർഗ്ഗത്തെ പറ്റി പറയാൻ ഉപയോഗിച്ച അതേ പദം തന്നെയാണ് മകനെ പറ്റി പറയാൻ അല്ലാഹു ഉപയോഗിച്ചത്. മഹദിയായ മറിയം ബീവിയോട് മലക്കുകൾ പറഞ്ഞല്ലോ. സൂറത്തു ആലി ഇംറാൻ 45-ാമത്തെ വചനത്തിൽ കാണാം, ഇദ ഖാലത്തിൽ മലായികതു യാ മറിയം ഇന്നല്ലാഹ യുബശ്ശിറുകി ബികലിമത്തിൻ മിൻഹു ഇന്നല്ലാഹ യുബശ്ശിറുകി ബികലിമത്തിൻ മിൻഹു ഇസ്മുഹുൽ മസീഹു ഈസ ഇബ്നു മറിയം وجيها في الدنيا والآخرة ومن المقربين إذ قالت الملائكة അല്ലാഹുവിന്റെ മലക്കുകൾ പറഞ്ഞ നേരം, യാ മറിയം, ഓ മറിയം ബീവിയെ, ഇന്നല്ലാഹ യുബശ്ശിറുകി, അല്ലാഹു നിങ്ങൾക്ക് സന്തോഷം അറിയിക്കുകയാണ്. അല്ലാഹു നിങ്ങൾക്ക് സന്തോഷം അറിയിക്കുകയാണ്. എന്താണ് സന്തോഷം? ബികലിമത്തിൻ മിൻഹു, അല്ലാഹുവിൽ നിന്നുള്ള ഒരു വചനം, ഒരു കലിമത്ത് കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. എന്താണ് ആ കലിമത്തിന്റെ പേര്? ഇസ്മുഹുൽ മസീഹു ഈസ ഇബ്നു മറിയം. മസീഹു ഈസ ഇബ്നു മറിയം എന്നാണ് ആ വചനത്തിന്റെ പേര്. വജീഹം ഫിദ്ദുനിയാ വൽ ആഖിറ, നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആ വചനം ദുനിയാവിലും ആഖിറത്തിലും ഉന്നതനാണ്. വജീഹം ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ഉന്നത സ്ഥാനീയനാണ്. വമിനൽ മുഖറബീൻ,
അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ പെട്ടയാളുമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന മസീഹു ഈസാ എന്ന് പറയുന്ന മകൻ. ആ മകൻ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നു മറിയം ബീവിയെ നിങ്ങൾക്ക് അല്ലാഹു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഇവിടെ മറിയം ബീവിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മകനുണ്ടാകാൻ പോകുന്നു എന്ന വിവരം പറഞ്ഞത് യുബശ്ശിറുകി ബുശ്റാ എന്ന അതേ പദം കൊണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് സന്തോഷം അറിയിക്കുകയാണ്, ഒരു മകനുണ്ടാകാൻ പോകുന്നുവെന്ന സന്തോഷം. ആകാശത്തിലെ സ്വർഗത്തിന് തുല്യമാണ് ഭൂമിയിലെ സന്താനം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത അറിയിച്ചുവല്ലോ. വലഖദ് ജാഅത് റസൂലുനാ ഇബ്രാഹിം ബിൽ ബുശ്റാ വലഖദ് ജാഅത് റസൂലുനാ ഇബ്രാഹിം നമ്മുടെ ദൂതന്മാർ ഇബ്രാഹിം നബിയുടെ അരികിൽ വന്ന സന്ദർഭം ബിൽ ബുശ്റാ എന്തുമായിട്ടാണ് അവർ വന്നത്? സന്തോഷ വാർത്തയുമായിട്ടാണ്. എന്താണ് ഈ സന്തോഷ വാർത്ത? ഒരു മകനുണ്ടാകാൻ പോകുന്നു ഇബ്രാഹിം നബിയെ. നിങ്ങൾക്ക് ഇസ്മായിൽ എന്ന ഒരു മകനുണ്ടാകാൻ പോകുന്നു ഇബ്രാഹിം നബിയെ എന്ന സന്തോഷ വാർത്ത അറിയിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂതന്മാരെ പറഞ്ഞയച്ചത്. ഖാലൂ സലാമാ, അവർ വന്നിട്ട് പറഞ്ഞു സലാം. ഇബ്രാഹിം നബിയെ അസ്സലാമു അലൈക്കും. ഖാല സലാം. ഇബ്രാഹിം നബി അവരോട് സലാം മടക്കുകയാണ്. ഫമാ ലബിസ അൻ ജാഅ ബിഇജ്ലിൻ ഹനീദ്. സൂറത്ത് ഹൂദ് 69-ാമത്തെ വചനമാണിത്. അല്ലാഹു പറയാൻ, ദൂതന്മാര് വന്ന് ഇബ്രാഹിം നബിയുടെ വീട്ടിൽ വന്നു, സന്തോഷ വാർത്ത അറിയിച്ചു, സലാം പറഞ്ഞു. തിരിച്ച് സലാം അടക്കിയ ഉടനെ ഇബ്രാഹിം നബി ചെയ്തതെന്താ? വേഗം അകത്ത് ചെന്നു, അടുക്കളയിൽ ചെന്നു, ഒരു പശുക്കുട്ടിയെ അറുത്ത് വേവിച്ച് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി, ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കി കൊണ്ടുകൊടുക്കുകയാണ് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഉറക്കെ പറയണം, സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു സ്വഭാവം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുകയാണ്. അബുൽ ലീഫാൻ എന്നാണ് അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അബുൽ ലീഫാൻ അതിഥികളുടെ വാപ്പയാണ്, വലിയ സൽക്കാര പ്രിയനാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. വലിയ സൽക്കാര പ്രിയനാണ്. ഭക്ഷണം കഴിക്കാനിരുന്നാൽ ആരെയെങ്കിലും കൂടെ ലഭിക്കാതെ, ആരെങ്കിലും കൂട്ടിന് കിട്ടാതെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭക്ഷണം കഴിക്കാറില്ലെന്നാണ് ചരിത്രം പറയുന്നത്. ആരെയെങ്കിലും കൂടെ കിട്ടണം. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം ആരെയും കിട്ടാതെ കിലോമീറ്ററുകളോളം നടന്നുപോയി സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. കുറെ നടന്നു, ഒരാളെ കിട്ടി, അയാളെ കൂട്ടിക്കൊണ്ട് വരികയാണ് വീട്ടിലേക്ക്. ആ മനുഷ്യന്റെ മുമ്പിൽ ഭക്ഷണം വിളമ്പുകയാണ്. എന്നിട്ട് അയാളോട് ചോദിച്ചു, ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോ, അല്ല മോനെ, ആരാണ് ഈ ഭക്ഷണം നൽകിയതെന്നറിയുമോ? അയാൾ പറഞ്ഞു, നിങ്ങളാണ് എനിക്ക് ഈ ഭക്ഷണം തന്നത്. ഇബ്രാഹിം നബി പറഞ്ഞു, അല്ലല്ലല്ല, എനിക്കും നിനക്കും ഈ ഭക്ഷണം തന്നത് അല്ലാഹുവാൻ. ഈ മഹാപ്രപഞ്ചമടക്കി ഭരിക്കുന്ന പ്രപഞ്ചനാഥനായ അല്ലാഹുവാൻ. അല്ലാഹുവാണ് ഭക്ഷണം നൽകിയവൻ. ആ മനുഷ്യൻ പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല, ഞാൻ അതൊന്നും കേട്ടിട്ടില്ല, എനിക്കതൊന്നും അറിയണ്ട. എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് നിങ്ങളാണ്, എനിക്ക് ഭക്ഷണം വിളമ്പിയത് നിങ്ങളാണ്, ഇത്രേ എനിക്കറിയുകയുള്ളൂ എന്ന് പറഞ്ഞു ആ മനുഷ്യൻ. ഉടൻ തന്നെ ആ മനുഷ്യനെ ആട്ടിയോടിക്കുകയാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹുവിനെ കുറിച്ച് അറിയാത്ത, പടച്ച തമ്പുരാനെ കുറിച്ച് യാതൊരു ബോധവുമില്ലാത്തവനാണോ നീ? എങ്കിൽ എന്റെ ഭക്ഷണം കഴിക്കാൻ നീ അർഹനല്ലെന്ന് പറഞ്ഞു ഓടിക്കുകയാണ്. ആ മനുഷ്യനെ എഴുന്നേറ്റ് ഓടിപ്പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞത്, യാ ഇബ്രാഹിം,
ഓ ഇബ്രാഹിം നബിയേ, എത്രയോ കാലമായി ആ മനുഷ്യൻ എന്നെ കൊണ്ട് വിശ്വസിച്ചിട്ടില്ല. ഇന്ന് വരെ അയാൾ എന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ടില്ല. എന്നിട്ടും ഞാൻ അയാൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു നേരം ആ മനുഷ്യന് ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോയല്ലോ ഇബ്രാഹിം നബിയേ, മോശമായി പോയി എന്ന് അല്ലാഹു അറിയിച്ചു കൊടുക്കുകയാണ്. ഉടൻ തന്നെ ഓടിപ്പോയി ആ മനുഷ്യന്റെ പിന്നാലെ ഓടിച്ചെന്ന് ആ മനുഷ്യനോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, നിന്റെ വിഷയത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇടപെട്ടിരിക്കുകയാണ്, നിന്റെ വിഷയത്തിൽ അല്ലാഹു എന്നെ ആക്ഷേപിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് വേഗം വന്ന് നീ ഭക്ഷണം കഴിക്കണേ. ചരിത്രത്തിൽ കാണാം, ആ മനുഷ്യൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഇത്രയും വലിയൊരു പ്രവാചകനായ ഒരു നല്ല മനുഷ്യനായ നിങ്ങളെ എന്റെ കാര്യത്തിൽ അല്ലാഹു ആക്ഷേപിക്കുകയോ? ജീവിതത്തിൽ ഇന്ന് വരെ അവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാത്ത, അല്ലാഹുവിനെ ആരാധിക്കാത്ത എന്റെ വിഷയത്തിൽ ഒരു പ്രവാചകനായ നിങ്ങളെ അല്ലാഹു ആക്ഷേപിച്ചിട്ടുണ്ടോ? എങ്കിൽ അല്ലാഹു മഹോന്നതനാണ്, അല്ലാഹു എത്രയോ വലിയവനാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നു ആ മനുഷ്യൻ. ചരിത്രത്തിൽ കാണാം. ഞാൻ പറഞ്ഞു വന്നത് വലിയ സൽക്കാരപ്രിയനാണ് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അതാണ് അല്ലാഹു ഇവിടെ പറയുന്നത്, ഫമാ ലബിസ അൻ ജാഅ ബിഇജ്ലിൻ ഹനീദ്. വന്നത് മലക്കുകളാണെന്ന് ഇബ്രാഹിം നബിക്ക് അറിഞ്ഞിട്ടില്ല. ഈ വന്നിരിക്കുന്നത് മലക്കുകളാണ് എന്ന വിവരം മഹാനായ ഇബ്രാഹിം നബി അറിഞ്ഞിട്ടില്ല. മഹാനുഭാവൻ അകത്ത് ചെന്നൊരു പശുക്കുട്ടിയെ അറുത്ത് വേഗം ഒരു നല്ല ഭക്ഷണമുണ്ടാക്കി അവരുടെ മുമ്പിൽ കൊണ്ടുവെക്കുകയാണ്. അവർ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ആ മലക്കുകൾ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത് കാണാം. മലക്കുകൾ പറഞ്ഞു, ഇബ്രാഹിം നബിയെ, ഞങ്ങൾ വില കൊടുക്കാതെ ഭക്ഷണം കഴിക്കാറില്ലല്ലോ, അതുകൊണ്ട് ഈ ഭക്ഷണം ഞങ്ങൾ കഴിക്കൂല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, ഓക്കേ, നിങ്ങൾ എനിക്ക് വില നൽകണം. നിങ്ങൾ എനിക്ക് നൽകേണ്ട വില എന്തെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ചാൽ മതി. ഈ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായി നിങ്ങൾ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയാൽ അത് തന്നെയാണ് നിങ്ങൾ എനിക്ക് നൽകുന്ന വില. നിങ്ങൾ അങ്ങനെ ചൊല്ലിയാൽ മതി എന്ന് സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ആ സമയത്താണ് അവിടെയുള്ള 3-4 മലക്കുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരാൾ മറ്റൊരു മലക്കിനോട് പറയുകയാണ്, ഹുക്കഹദാ അയ്യകൂന ഖലീലാ. ഈ മനുഷ്യൻ അല്ലാഹുവിന്റെ ഖലീലാകാൻ എത്രയോ അർഹനാണ്. ഈ മനുഷ്യൻ അല്ലാഹുവിന്റെ ഖലീൽ അല്ലെങ്കിൽ പിന്നെ ആരാണ് ഖലീലുള്ളയാകാൻ അർഹനായിട്ടുള്ളത് എന്ന് മലക്കുകൾ പരസ്പരം ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് മഹാനായ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് 3 ആയത്തുകളിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മകനുണ്ടാകാൻ പോകുന്നുവെന്ന വിവരം, മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കുട്ടിയുണ്ടാകാൻ പോകുന്നുവെന്ന വിവരം, അതേപോലെ സക്കരിയ നബിയോട് യഹ്യ എന്ന മകൻ ഉണ്ടാകാൻ പോകുന്നുവെന്ന വിവരം, ഇതെല്ലാം അറിയിച്ചത് ബുശ്റാ എന്ന അറബി പദം കൊണ്ട് തന്നെയാണ്. സ്വർഗത്തെ പറ്റി പറയാൻ അല്ലാഹു ഉപയോഗിച്ച അതേ പദം ഈ ആയത്തുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങളെ പഠിപ്പിക്കുകയാണ്. മഹാന്മാരായ പണ്ഡിത ശ്രേഷ്ഠർ രേഖപ്പെടുത്തുകയാണ്, ആകാശ ലോകത്തെ സ്വർഗത്തിന് തുല്യമാണ് ഭൂമിയിലെ സന്താനങ്ങൾ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമുക്കൊക്കെ ഭൂമിയിലെ സ്വർഗമായ ധാരാളം സന്താനങ്ങളെ അല്ലാഹു തന്നിട്ടുണ്ട്. ആ മക്കളെ നന്മയുടെ വഴിയെ നയിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആ മക്കളെ നന്മയുടെ വഴിയെ പറഞ്ഞു വിടാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. അപ്പൊ ഭൂമിയിലെ സ്വർഗമാണ് പ്രിയപ്പെട്ട സന്താനങ്ങൾ.
അതുകൊണ്ടാണ് മക്കളുണ്ടാകാൻ വേണ്ടി മഹാനായ സയ്യിദുനാ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തത്. മക്കളുണ്ടാകാൻ ദുആ ചെയ്തിട്ടുണ്ട് സയ്യിദുനാ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം. സൂറത്തു മറിയം 1 മുതൽ 5 വരെയുള്ള വചനത്തിൽ കാണാം. കാഫഹാ യാ ഐൻ സ്വാദ് ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. നബിയേ, ഇത് താങ്കളുടെ യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ദാസനായ അടിമയായ സക്കരിയ നബിക്ക് ചെയ്ത അനുഗ്രഹത്തിന്റെ കഥയാണിത് പറയാൻ പോകുന്നത്. സക്കരിയ നബിക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹത്തിന്റെ റഹ്മത്തിന്റെ കഥയാണ്. എന്താണ് ആ റഹ്മത്തിന്റെ കഥ? ഇദനാദാ റബ്ബഹു നിദാഅൻ ഖഫിയാ. സക്കരിയ നബി പാതിരാവിന്റെ നിശബ്ദതയിൽ ആരാരും കാണാതെ അല്ലാഹുവിനോട് ദുആ ചെയ്ത സന്ദർഭം. എന്താണ് ദുആ ചെയ്തത്? ഖാല റബ്ബി ഇന്നി വഹനൽ അളമു മിന്നി വസ്തഅല അർ-റഅസു ശൈബാ. യാ അല്ലാഹ് റബ്ബി ഇന്നി വഹനൽ അളമു മിന്നി, എന്റെ എല്ലുകളൊക്കെ ദ്രവിച്ചു പോയി തുടങ്ങിയിരിക്കുന്നു അല്ലാഹ്. വസ്തഅല അർ-റഅസു ശൈബാ, എന്റെ തലമുടികളും താടി രോമങ്ങളൊക്കെ നരച്ചു പോകാൻ തുടങ്ങിയിരിക്കുന്നു അല്ലാഹ്. ഞാൻ വൃദ്ധനായിരിക്കുകയാണ്, എനിക്കേറെ പ്രായം ചെന്നിരിക്കുകയാണ്. വലം അകും ബിദുആഇക റബ്ബി ശഖിയാ. എന്നിരുന്നാലും എന്റെ യജമാനനായ അല്ലാഹ്, നിന്നോട് ദുആ ചെയ്യുന്നതിൽ നിന്ന് എനിക്ക് യാതൊരു നിരാശയുമില്ല അല്ലാഹ്. വഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുകയാണ്, സയ്യിദുനാ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയാണ്, വഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ. എനിക്കൊരു പകരക്കാരനില്ല അല്ലാഹ്, എനിക്കൊരു പിന്മുറക്കാരനില്ല. വകാനത് ഇംറഅതി ആഖിറാ, എന്റെ ഭാര്യയാണെങ്കിലോ മച്ചിയുമാണ് അല്ലാഹ്. എന്റെ ഭാര്യയാണെങ്കിലോ മച്ചിയാണ്. അതിന് പറയാ മച്ചി തന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയാ. മച്ചി എന്ന് പറഞ്ഞാൽ ഗർഭിണിയാകാത്ത പെണ്ണ് എന്നാണ് അർത്ഥം. എന്റെ ഭാര്യയാണെങ്കിൽ മച്ചിയുമാണ്. അതുകൊണ്ട് അല്ലാഹ് ഫഹബ്ലി മിൻ ലദുൻക വലിയാ, എനിക്ക് പകരക്കാരനായി, എനിക്കൊരു പിന്മുറക്കാരനായി, ഒരു അനന്തരാവകാശിയായി നീ ഒരു മകനെ എനിക്ക് നൽകണേ അല്ലാഹ് എന്ന് മഹാനായ സക്കരിയ നബി പാതിരാവിന്റെ നിശബ്ദതയിൽ അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിട്ടുണ്ട് അല്ലാഹു. ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു നൽകിയ ഉത്തരമാണ് യഹ്യാ
എന്ന് പേരുള്ള കുഞ്ഞ്, ആ കുഞ്ഞിനെ സക്കരിയ നബിക്ക് അല്ലാഹു നൽകിയ കാരുണ്യത്തിന്റെ റഹ്മത്തിന്റെ കഥയാണ് സൂറത്ത് മറിയമിന്റെ ആമുഖത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഭൂമിയിലെ സ്വർഗമാണ് സന്താനങ്ങൾ. അങ്ങനെ ആയതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സക്കരിയ നബി മക്കളുണ്ടാകാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തത്. പണമുണ്ടാകാൻ ഒരു പ്രവാചകനും ദുആ ചെയ്തതായി ചരിത്രത്തിൽ നമുക്ക് കാണൂല. പണമുണ്ടാകാൻ, അല്ലെങ്കിൽ ദുനിയാവിലെ വേറെ വല്ല സൗഭാഗ്യങ്ങളും ഉണ്ടാകാൻ, ദുനിയാവിൽ ആർഭാടങ്ങളിൽ പരിലസിക്കാൻ, ദുനിയാവിന്റെ സൗഭാഗ്യങ്ങളും ആഡംബരങ്ങളും നൽകപ്പെടാൻ ഒരു പ്രവാചകനും അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, പാവപ്പെട്ടവനാകാനാണ് ദുആ ചെയ്തത് നമ്മുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോരാ, ഈ തിങ്ങി നിറഞ്ഞ സദസ്സിൽ നിന്ന് ഒന്നുകൂടി ആവേശത്തോടെ സ്വലാത്തിന്റെ ശബ്ദമുണ്ടാകണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ. മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ വാഹിദ, ആരൊരാൾ എന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ, അവന്റെ മേൽ അല്ലാഹു 10 സ്വലാത്ത് ചൊല്ലുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആവേശത്തോടെ ഒരു 2 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകനായ സക്കരിയ നബി മക്കളുണ്ടാകാൻ ദുആ ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ ഞാൻ പറഞ്ഞു വന്നത്, പണമുണ്ടാകാൻ, സമ്പത്തുണ്ടാകാൻ, അല്ലെങ്കിൽ ദുനിയാവിന്റെ വേറെ വല്ല സൗഭാഗ്യങ്ങൾ ഉണ്ടാകാൻ ആരും ദുആ ചെയ്തിട്ടില്ല. ഹബീബായ നബി തങ്ങൾ എന്താ ദുആ ചെയ്തത്? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് ദുആ ചെയ്തത്? അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. യാ അല്ലാഹ്, നീ എന്നെ പാവപ്പെട്ടവനായി ജീവിപ്പിക്കണേ അല്ലാഹ്. എന്നെ നീ മരിപ്പിക്കേണ്ടതും പാവപ്പെട്ടവനായിട്ടാണ്. പിന്നെയോ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ, നാളെ പരലോകത്ത് നീ എന്നെ ഒരുമിച്ച് കൂട്ടേണ്ടതും പാവങ്ങളോടൊപ്പമാണ് അല്ലാഹ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്. ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഹബീബായ നബി തങ്ങളുടെ ജീവിതം എങ്ങനെയാണ്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്റെ വാല് കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, ദിനേന 5 നേരം വളരെ നല്ല രീതിയിൽ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ ആയിഷ ബീവി എന്ന ലോകം കണ്ട പ്രഗൽഭയായ വനിത, ലോകം കണ്ട പ്രഗൽഭയായ പണ്ഡിതയായ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കുന്നാ ആലു മുഹമ്മദിൻ നറൽ ഹിലാല സുമ്മൽ ഹിലാൽ. ഞങ്ങൾ മുഹമ്മദ് നബിയുടെ ഭാര്യമാരായ ഞങ്ങളുടെ വീടുകളിൽ 1ഉം 2ഉം അതിലേറെ മാസങ്ങളും അടുപ്പത്ത് തീ കത്തിച്ചിട്ടില്ല. അടുപ്പത്ത് തീ കത്തിക്കാത്ത മാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സയ്യിദത്തുനാ ആയിഷ. സീരിയൽ നടിമാരുടെ, സിനിമാ നടിമാരുടെ കുടുംബകഥ അറിയാൻ താല്പര്യപ്പെടുന്ന, അത് വായിക്കാൻ ആഴ്ച പതിപ്പുകളൊക്കെ വാങ്ങുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ സ്വഹാബി വനിതകളായ, നമ്മുടെ റോൾ മോഡലുകളായ
മഹദി ആയിഷ ബീവിയുടെയും ഫാത്തിമ ബീവിയുടെയും കുടുംബകഥയാണ്. അവരുടെ പട്ടിണിയുടെ കഥയാണ്, അവരുടെ വേദനയുടെ കഥയാണ്, അവരുടെ പ്രയാസത്തിന്റെ കഥയാണ്, അവരുടെ വിശപ്പിന്റെ ചരിത്രമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, അടുപ്പത്ത് തീ കത്തിക്കാത്ത മാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞങ്ങൾ ആകെ കഴിച്ചത് ഈത്തപ്പഴവും വെള്ളവും മാത്രമാണ്. യാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്. തീർന്നോ? ലോകത്തോട് ഹബീബ് വിട പറയുമ്പോഴോ അല്ലാഹുമ്മ മിത്നി മിസ്കീനാ, മിസ്കീനായി മരിപ്പിക്കണേ അല്ലാഹ്. ലോകത്തോട് അവിടുന്ന് വിട പറഞ്ഞു പോയതും അങ്ങനെ തന്നെയാണ്. ഹബീബായ നബി തങ്ങൾ വഫാത്താകുമ്പോ അബൂ ശഹ്മ എന്ന പേരുള്ള ഒരു ജൂതന്റെ കൈവശം അല്ലാഹുവിന്റെ ഹബീബിന്റെ പടയെങ്കിൽ പണയത്തിലാണ്. റസൂലുള്ളാഹി തങ്ങളുടെ പടയെങ്കിൽ പണയത്തിലാണ്. ആരുടെ കൈവശം? ഒരു ജൂതന്റെ കൈവശം. ഭക്ഷണം കഴിക്കാനില്ലാതെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ജൂതനിൽ നിന്ന് ഷഈർ എന്ന് പറഞ്ഞാൽ ഡിക്ഷണറിയിൽ അതിന്റെ അർത്ഥം കാണാം, ബാർലി എന്നാണ് പറയുക. നമ്മുടെ നാടുകളിൽ എന്താണ് അതിന് പറയുക എന്ന് എനിക്ക് ഓർമ്മയില്ല. ഷഈർ എന്ന് പറഞ്ഞാൽ ബാർലി, ഗോതമ്പ് പോലത്തൊരു സാധനം. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ഒരു ജൂതന്റെ കൈവശം ആ ബാർലി ജൂതനിൽ നിന്ന് വാങ്ങി ജൂതന് തന്റെ കയ്യിലുള്ള പടയെങ്കിൽ പണയം വെക്കുകയായിരുന്നു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നാളെ മിസ്കീന്മാരോടൊപ്പം എന്നെ നീ ഒരുമിച്ച് കൂട്ടണേ എന്ന് ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, മിസ്കീന്മാരാണ് കൂടുതൽ സ്വർഗ്ഗത്തിൽ കടക്കുക. ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുന്തു അലാ ബാബിൽ ജന്നാ, ഞാൻ സ്വർഗീയ കവാടത്തിനരികിൽ നിന്നു. ഫഇദാ ആമ്മതു മൻ ദഖലഹൽ മസാകീൻ, അതിലൂടെ പോയ ആളുകളിൽ ഭൂരിഭാഗവും മസാകീൻ, പാവങ്ങളാണ്. ദുനിയാവിൽ കഷ്ടനഷ്ടങ്ങൾ സഹിച്ചവരാണ്. കൂടുതലും സ്വർഗത്തിലുള്ളത് പാവങ്ങളാണ്. എന്നാൽ നരകത്തിൽ കൂടുതലുള്ളത് ആരാണ്? ഞാൻ നരകത്തിന്റെ കവാടത്തിനരികിൽ നിന്നു. ആരാണ് ഈ പറയുന്നത്? ആരാണ് ഈ പറയുന്നത്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഹബീബായ നബി തങ്ങളെ അല്ലാഹു ആകാശത്തിലേക്ക് കൊണ്ടുപോയ ആ ഇസ്രാ മിഅ്റാജിന്റെ വളരെ സുന്ദരമായ യാത്ര, ആ യാത്രയെല്ലാം കഴിഞ്ഞ് അവിടെയുള്ള എല്ലാ സൗഭാഗ്യങ്ങളും സ്വർഗീയ ആനന്ദങ്ങളും അതേപോലെ തന്നെ ഭയാനകമായ നരക കാഴ്ചകളും എല്ലാം കണ്ട് മടങ്ങിയ പ്രവാചകനാണ് ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളോട് വിളിച്ചു പറയുന്നത്. ഞാൻ നരകത്തിന്റെ കവാടത്തിനരികിൽ നിന്നപ്പോ സുബ്ഹാനല്ലാഹ് فإذا عامة من دخلها النساء, ആ നരകത്തിൽ പോയ ആളുകളിൽ ഭൂരിഭാഗവും പെണ്ണുങ്ങളാണ്. ഉമ്മമാരാണ്, സഹോദരിമാരാണ്, പെങ്ങന്മാരാ. ആരാണിത് പറയുന്നത്? ഉമ്മമാരെ, ഇത് എന്റെ വകയല്ല. ഏതെങ്കിലും ഉസ്താദന്മാര് വന്ന് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വകയുമല്ല. പിന്നെ ആരാണിത് പറഞ്ഞിട്ടുള്ളത്? ഇത് കളവ് പറയാത്ത നാവിന്റെ ഉടമ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അല്ലാഹു നമ്മുടെ സഹോദരിമാർക്ക്, എന്റെ വഅദ് കേൾക്കുന്ന ഉമ്മമാർക്ക് മുഴുവനും സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കേവലം ആമീൻ പറഞ്ഞാൽ പോരാ, ഉമ്മമാരെ, അതിനനുസരിച്ച് നമ്മൾ അമലും ചെയ്യണം. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നരകത്തിൽ പോകാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകരുത്. ഹബീബായ നബി തങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഉമ്മമാർ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം?
കുറെ സഹോദരിമാരെ നമ്മൾ കാണാറുണ്ട് ഇസ്ലാമിന്റെ ഷിആറുകളൊന്നും പാലിക്കാതെ അല്ലേ പർദ്ദ ധരിക്കുന്നുണ്ട്. പർദ്ദ പോലും ഫാഷനാക്കി മാറ്റിപ്പോയ കാസർഗോട്ടെ നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട ഉമ്മമാർ പർദ്ദ പോലും നാലാളുകളെ ആകർഷിപ്പിക്കാൻ തക്ക വിധത്തിൽ ഫാഷൻ ഡിസൈനിലൂടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരെയും ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ ആരും ശ്രദ്ധിച്ചു പോകുന്ന വിധത്തിൽ പർദ്ദ എന്ന ഹിജാബിനെ പോലും നമ്മൾ ആക്കി മാറ്റിയിട്ടുണ്ട്. കാസർഗോട്ടെ സഹോദരിമാർ, കാസർഗോട്ടെ കച്ചവടക്കാരുമാണ് ഇങ്ങനെ ചെയ്തത്. 60,000 രൂപയുടെ പർദ്ദ കേരളത്തിൽ, ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായി ഇറങ്ങിയത് കാസർഗോഡ് ജില്ലയിലാണ്. ഇപ്പൊ അതൊക്കെ പിൻവലിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചു കാലം മുമ്പ് 60,000 രൂപയുടെ പർദ്ദ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് മഹാനായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 4ാമത്തെ ഖലീഫ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു പാടിയത്. ഇന്നൻ നിസാഅ ശയാതീനുൻ ഖുലിഖന ലനാ നഊദു ബില്ലാഹി മിൻ ശർരി ശയാതീനി. ആരാണ് പാടുന്നത്? മഹാനായ അലിയാർ തങ്ങളാണ്. ഫാത്തിമ ബീവിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പാട്ടുപാടുകയാണ് അലിയാർ തങ്ങൾ. തീർച്ചയായും ഈ പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് ശയാതീനുൻ ഖുലിഖന ലനാ, ഈ ആണുങ്ങളെ പിഴപ്പിക്കാൻ സൃഷ്ടിക്കപ്പെട്ട വിഭാഗമാണ്, പിശാചുക്കളാണ് ഈ പെണ്ണുങ്ങൾ എന്ന് പറയുന്നത്. നഊദു ബില്ലാഹി മിൻ ശർരി ശയാതീൻ, ഈ പിശാചുക്കളുടെ ശർറിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് കാവലിനെ തേടുകയാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പാടിയപ്പോ ഫാത്തിമ ബീവി ചില്ലറക്കാരിയാണോ? ഫാത്തിമ ബീവി ഉടനെ തന്നെ മറുപടി കൊടുത്തല്ലോ, അലിയാർ തങ്ങളെ, നിങ്ങൾ പറയുന്നത് പോലെയല്ല പെണ്ണുങ്ങള്. ഇന്നൻ നിസാറയ ഹീനുൻ ഖുലിഖന ലക്കും ഫകുല്ലുകും തസ്തഹി ശമ്മർ റയാഹീനി. പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് റൈഹാൻ പുഷ്പങ്ങളാണ്. ആരാണ് റൈഹാൻ പുഷ്പങ്ങളെ വാസനിക്കാൻ ആഗ്രഹിക്കാത്ത പുരുഷന്മാരാണുള്ളത്? മഹദിയായ ഫാത്തിമ ബീവി പാടുകയാണ്. അലി റളിയല്ലാഹു അൻഹു പിന്നെ മറുപടി കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടുപേര് പറഞ്ഞതും ശരി തന്നെയാണ്. അലിയാർ തങ്ങൾ പാടിയത് മോശക്കാരികളായ പെണ്ണുങ്ങളെ കുറിച്ചാണ്, നരകാവകാശികളായ പെണ്ണുങ്ങളെ കുറിച്ചാണ്. ശരീരത്തിന്റെ മാംസലമായ ഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് മംഗലാപുരത്തിന്റെയും കാസർഗോഡിന്റെയും തെരുവോരങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ മറന്ന് ഓടിക്കളിക്കുന്ന, അള്ളാഹുവിനെ മറന്ന് പരിശുദ്ധമായ റമളാനിന്റെ സുന്ദരമായ പകലുകളെ പോലും, റമളാൻ നോമ്പിനെ പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അങ്ങാടികളിലൂടെ ഓരോ ഷോപ്പുകളിലേക്കും കയറിയിറങ്ങുന്ന ഉമ്മമാരെ, അത്തരം ഉമ്മമാരെ കുറിച്ചാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു പാടിയത്. അന്യ പുരുഷന്മാരുടെ വികാര വിചാരങ്ങളെ കിളിപ്പെടുത്തുന്ന, പുരുഷന്മാരെ വഴിപിഴപ്പിക്കുന്ന പെണ്ണുങ്ങൾ, അല്ലാഹു നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ സഹോദരിമാരെ, നമ്മുടെ ഉമ്മമാരെ അല്ലാഹു നല്ലവരിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. ഫാത്തിമ ബീവി പാടിയത് ഏത് പെണ്ണുങ്ങളെ കുറിച്ചാണ്? വളരെ അച്ചടക്കത്തോടെ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ശരീരം വളരെ അച്ചടക്കത്തോടെ ആർക്കും തന്നെ സൗന്ദര്യം കാണിക്കാതെ, ഭർത്താവിനല്ലാതെ മറ്റൊരാളുടെ മുമ്പിലും തന്റെ സൗന്ദര്യം പ്രകടിപ്പിക്കാത്ത അച്ചടക്കമുള്ള പെണ്ണിനെ കുറിച്ചാണ് സയ്യിദത്തുനാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ പാടിപ്പോയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബിന്റെ ദുആ, നാളെ പരലോകത്ത് നീ എന്നെ ഒരുമിച്ച് കൂട്ടേണ്ടത് പാവങ്ങളോടൊപ്പമാണ്. അപ്പൊ ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്തത് പാവങ്ങളാകാൻ വേണ്ടിയാണ്, പാവപ്പെട്ടവനാകാൻ വേണ്ടിയാണ്. പണം ഉണ്ടാകാൻ ഒരു പ്രവാചകനും ദുആ ചെയ്തിട്ടില്ല. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തത് മക്കൾ ഉണ്ടാകാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥന സ്വീകരിച്ചു, മക്കൾ കൊടുക്കുകയും ചെയ്തു. കണ്ടോ എങ്ങനെയാ സക്കരിയ നബി ദുആ ചെയ്തത്? ഇദ്നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യാ, വളരെ രഹസ്യമായി അല്ലാഹുവിനോട് ദുആ ചെയ്തു.
മക്കളില്ലാത്ത ആളുകൾ ഒരു പക്ഷേ ഈ സദസ്സിൽ ഉണ്ടാകാം, സഹോദരിമാരുടെ കൂട്ടത്തിൽ ഉണ്ടാകാം. അള്ളാഹു അവർക്കൊക്കെ മക്കളെ പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, സ്വന്തമായി ഒന്ന് ദുആ ചെയ്യുക അള്ളാഹുവിനോട്. പാതിരാവിന്റെ നിശബ്ദതയിൽ എല്ലാവരും കിടന്നുറങ്ങുന്ന നേരത്ത്, ലോകം മുഴുവനും നിദ്ര കൊള്ളുന്ന നേരത്ത്, പ്രിയപ്പെട്ട സഹോദരങ്ങളും ഞാനും എന്റെ അല്ലാഹ്, നീയും നിന്റെ പടച്ചവനും മാത്രം, നമ്മളും നമ്മുടെ യജമാനനായ പ്രപഞ്ചനാഥനായ അല്ലാഹുവും മാത്രം അറിയുന്ന രൂപത്തിലൊരു ദുആ. അതിനിടയിൽ ആരുമില്ല. അങ്ങനെ ഒരു ദുആ, വളരെ നല്ല പ്രാർത്ഥന. പാതിരാവിന്റെ നിശബ്ദതയിൽ അല്ലാഹു ഒരു കാറ്റിനെ പറഞ്ഞേക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പോരല്ലോ പഠിച്ചവനെ, കഴിഞ്ഞ വർഷമൊക്കെ വന്നപ്പോ നല്ല ആവേശത്തോടെ സലാത്ത് ചൊല്ലിയിരുന്നല്ലോ. സലാത്തിന്റെ ശബ്ദമൊക്കെ കുറഞ്ഞു പോകുന്നുണ്ടല്ലോ. എന്താണ്, എന്റെ ശബ്ദം കുറഞ്ഞിട്ടാണോ? എന്റെ ശബ്ദത്തിന് കുറവുണ്ടോ? ഇല്ലല്ലോ. സലാത്തിന്റെ ശബ്ദത്തിന് കുറവുണ്ടല്ലോ പഠിച്ചവനെ. ഒന്ന് ആവേശത്തോടെ ചൊല്ലിക്കൂടെ? അൽഹംദുലില്ലാഹ്, ഒരു റാഹത്തോടെ നല്ല സദസ്സാണ്. അൽഹംദുലില്ലാഹ്, വളരെ മനോഹരമായ, വളരെ ഭംഗിയുള്ള സദസ്സ്. സംഘാടകർ പ്രശംസ അർഹിക്കുന്നു. ഇത്ര വലിയൊരു ജനക്കൂട്ടം ഇവിടെ ഒരുമിച്ച് കൂട്ടാൻ സംഘാടകർ നടത്തിയിട്ടുള്ള പരിശ്രമം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിമനോഹരമായ സദസ്സാണ്. പക്ഷേ സദസ്സിന്റെ വലിപ്പത്തിനനുസരിച്ച് സ്വലാത്തിന്റെ ശബ്ദം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുകൂടി ആവേശത്തോടെ സല്ലല്ലാഹു അലാ മുഹമ്മദ്. صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا لا إله إلا الله. رسول الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة تكرم كونوا لنا يا هودنا لا إله إلا الله لا إله إلا الله محمد رسول الله. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നമുക്ക് കൺകുളിർമയായി നൽകുന്ന വളരെ വിലപിടിപ്പുള്ള സമ്മാനമാണ് മക്കളെന്ന് പറയുന്നത്. ആ മക്കളെ പ്രിയപ്പെട്ടവരെ നമ്മൾ സംസ്കരിച്ചെടുക്കണം. ആ മക്കളെ നാളെ പരലോകത്ത് നമുക്ക് ഉപകാരമുള്ള മക്കളാക്കി മാറ്റണം. ദുനിയാവിലും ആഖിറത്തിലും ആ മക്കൾ നമ്മുടെ ഉപകാരത്തിന്, നമുക്ക് ഉപകാരപ്രദമായ രീതിയിലായി മാറണം. അതിനെന്ത് ചെയ്യണം? മാതാപിതാക്കൾ മക്കളെ സംസ്കരിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആൻ സൂറത്ത് തഹ്രീമിന്റെ 8-ാമത്തെ വചനത്തിൽ കാണാം, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കാത്തോളണേ. പോരാ, വഅഹ്ലീകും, നിങ്ങളുടെ ഭാര്യ മക്കളെയും നിങ്ങൾ കാത്തോളണേ. നാറാ, നരകാഗ്നിയെ തൊട്ട് കാത്തോളണേ. വഖൂദുഹാ, ആ നരകത്തിന്റെ ഇന്ധനം എന്തെന്നറിയോ നിങ്ങള്? അന്നാസു വൽ ഹിജാറ, മനുഷ്യരും കല്ലുകളുമാണ്. ആ നരകത്തിന്റെ ഇന്ധനം മനുഷ്യരും കല്ലുകളുമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ കല്ലുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അൽ മുറാദു ബിദാലിക അൽ-അസ്നാമുല്ലതീ കാനത് തഅബുദു, മനുഷ്യന്മാർ ആരാധിക്കുന്ന അല്ലാഹുവിനെ കൂടാതെ മനുഷ്യർ ആരാധിക്കുന്ന ബിംബങ്ങൾ, വിഗ്രഹങ്ങൾ ഉണ്ടല്ലോ, ആ വിഗ്രഹങ്ങളും മനുഷ്യരുമാണ് നരകത്തിലെ ഇന്ധനമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ആ നരകാഗ്നിയെ തൊട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെയും അതോടൊപ്പം ശരീരത്തെയും നിങ്ങൾ കാത്തോളണേ.
അപ്പൊ സ്വന്തം ശരീരത്തെ മാത്രം കാത്തു സൂക്ഷിച്ചാൽ പോരാ, സ്വന്തം മാത്രം നന്നായാൽ പോരാ. നീ മാത്രം ഒരു 10-15 ഹജ്ജ് ചെയ്ത് എല്ലാ ദിവസവും 5 നേരം വളരെ കൃത്യമായി നമസ്കാരം നിർവഹിക്കുന്ന ഹജ്ജിയാറായാൽ പോരാ. സഹോദരാ, നിന്റെ പ്രിയപ്പെട്ട മക്കളും കൂടി നിന്റെ വഴിയിലുണ്ടാകണം. നിന്റെ പ്രിയപ്പെട്ട മക്കൾ നിന്റെ വഴിയിലുണ്ടാകണം. അല്ല, അവര് നാട്ടിൽ അറിയപ്പെട്ട തെമ്മാടികളാണ്, അവര് നാട്ടിൽ അറിയപ്പെട്ട ക്രിമിനലുകളാണ്, നാട്ടിൽ അറിയപ്പെട്ട തോന്നിവാസികളാണ്. രക്ഷപ്പെടൂല ഹാജിയാരെ. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ മറുപടി കൊടുക്കണം സഹോദരാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലെ സ്വർഗ്ഗമായി നമുക്ക് നൽകിയ സന്താനം, ആ സന്താനത്തെ നമ്മൾ സംസ്കരിച്ചെടുക്കണം. അതാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, അസ്സലാഹു മിനല്ലാഹ് വൽ ആദാബു മിനൽ ആബാ. നന്നാക്കുക എന്നത് അല്ലാഹുവിന്റെ പണിയാണ്, നന്നാക്കുക എന്നത് അല്ലാഹുവിന്റെ പണിയാണ്. പക്ഷേ വൽ ആദാബു മിനൽ ആബാ, മക്കൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അത് മാതാപിതാക്കളുടെ ദൗത്യമാണ്, അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. എങ്ങനെയാണ് ഉസ്താദന്മാരോട് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് പ്രായം ചെന്നവരോട് വലിയ ആളുകളോട് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ്, എന്താണ് ആദരവ്, ഇത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ പണിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സന്താനങ്ങൾക്കൊക്കെ ആദരവ് നഷ്ടപ്പെട്ടു പോകുന്ന വർത്തമാനത്തിന്റെ ദുരന്ത ഭൂവിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. മക്കൾക്കൊന്നും ആദരവില്ല. വലിയ ആളുകളോട് എങ്ങനെ സംസാരിക്കണമെന്നറിയാത്ത മക്കൾ വളർന്നു വരികയാണ്. അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കുക എന്നത് അല്ലാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നാണ്. അല്ലാഹു ആരാധിച്ചതിനെ അല്ലാഹു ആദരിച്ചതിനെ ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക. ആലിമീങ്ങളെ, സയ്യിദന്മാരെ, പള്ളിയെ, അതേപോലെ ദീനിന്റെ ശിആറുകളെ, അതിനെ മുഴുവനും ആദരിക്കേണ്ടതാണ്. പള്ളി അല്ലാഹുവിന്റെ ശിആറുകളാണ്. ഇന്നസ്സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സഫയും മർവയും അല്ലാഹുവിന്റെ ചിഹ്നങ്ങളാണ്. ആരൊരാൾ അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്നുവോ ബഹുമാനിക്കുന്നുവോ അത് ഹൃദയഭക്തിയിൽപ്പെട്ടതാണെന്ന് വിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. മക്കൾക്കൊക്കെ ആദരവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ന്യൂ ജനറേഷൻ, വളർന്നു വരുന്ന തലമുറ ആദരവില്ലാത്ത ഒരു സമൂഹമായി മാറുന്നു. വളരെ ഖേദകരമാണ്, വളരെ ദൗർഭാഗ്യകരമാണ്. വേദനയോടുകൂടെയാണ് ഞാൻ ഈ പറയുന്നത്. വെറുതെ പറയുകയല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെറുതെ പറയല്ല. മക്കൾക്കൊക്കെ ആദരവ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേദനാജനകമായ പതിതാവസ്ഥയിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അല്ലെ, എങ്ങനെയാണ് വാപ്പാനോട് സംസാരിക്കേണ്ടത് അറിയാത്ത മക്കൾ, ഉമ്മയോട് കയർക്കുന്ന മക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് ആട്ടിയോടിക്കുന്ന മക്കൾ, ഭാര്യക്ക് അതേപോലെ മക്കൾക്ക് കൂടുതൽ സ്ഥാനം നൽകുന്ന മക്കൾ വരികയാണ്. ഭാര്യക്ക് മാതാപിതാക്കളെ വലിച്ചെറിയുകയും പ്രിയപ്പെട്ട ഭാര്യ ഇന്നലെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെണ്ണിന് സ്ഥാനം നൽകുകയും ചെയ്യുന്ന ഭാര്യമാർ നമുക്കിടയിൽ ധാരാളം കടന്നു വരികയാണ്, കണ്ടുവരികയാണ്. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളെ നന്മയുടെ പാതയിലൂടെ വളർത്തൽ, അവർക്ക് ആദരവ് പഠിപ്പിക്കൽ മാതാപിതാക്കളുടെ ബാധ്യതയാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്റാ. ഓരോ കുഞ്ഞും ഭൂമി ലോകത്തേക്ക് പിറന്നു വീഴുന്നത് സംശുദ്ധ പ്രകൃതിയിലാണ്. فأبواه يهودانه أو يمجسانه أو ينصرانه. പിന്നെ അവരെ ജൂതന്മാരാക്കുന്നത്, അവരെ ക്രൈസ്തവരാക്കുന്നത്, അവരെ മജൂസിയാക്കുന്നത്, അവരെ നന്നാക്കുന്നത്, അവരെ ചീത്തയാക്കുന്നത്, ഇതെല്ലാം മാതാപിതാക്കളുടെ പണിയാണെന്ന്
കളവ് പറയാത്ത നാവ് കൊണ്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. 2-3 വയസ്സുള്ള മക്കളെ കൊണ്ട് മുടി ക്രോപ്പ് ചെയ്യിക്കുന്ന ഉമ്മമാരില്ലേ നമ്മുടെ കൂട്ടത്തിൽ? ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയി, ബ്യൂട്ടി പാർലറുകളിൽ കൊണ്ടുപോയി 2-3 വയസ്സുള്ള ചെറിയ മക്കളെ പോലും ഹറാമിയത്ത് ചെയ്യിക്കുന്ന ഉമ്മമാർ, ഉപ്പമാർ. എങ്ങനെയാണ് ഈ മക്കൾ നാളെ നിങ്ങളെ ബഹുമാനിക്കുക? എങ്ങനെയാണ് നാളെ ഈ മക്കൾ നിങ്ങൾ പറഞ്ഞത് അനുസരിക്കുന്ന മക്കളാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എങ്ങനെയാണ് വഅലിന്റെ മജ്ലിസിലേക്ക് ദുആ ചെയ്യാൻ, മക്കളെ നന്നാകാൻ ദുആ ചെയ്യണം ഉസ്താദേ എന്ന് എഴുതി ലിസ്റ്റ് കൊടുത്തയച്ചിട്ട് കാര്യമില്ല. എപ്പോൾ ശ്രദ്ധിക്കണം, ചെറുപ്പം മുതലേ അവരെ നല്ലപോലെ പോറ്റി വളർത്തണം. മുടി ക്രോപ്പ് ചെയ്യൽ ഹറാമാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഈ സദസ്സിൽ എത്ര ചെറുപ്പക്കാര് മുടി ക്രോപ്പ് ചെയ്തിട്ടുണ്ട്? എന്താണ് ഈ ക്രോപ്പ് എന്ന് ചെറുപ്പക്കാർക്ക് ബോധ്യപ്പെടുത്തണ്ടല്ലോ. പുതിയ 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 ഓരോരോ ഫാഷനുകൾ, ഹെയർ സ്റ്റൈൽ അങ്ങനെ കടന്നു വരികയാണ്. ഏതെങ്കിലും സിനിമാ നടന്മാർ ഏതെങ്കിലും രൂപത്തിൽ മുടി വെട്ടിയാൽ, ഏതെങ്കിലും രൂപത്തിൽ താടിയൊന്ന് നീട്ടി വളർത്തിയാൽ അത് നമ്മുടെ ചെറുപ്പക്കാർക്ക് മാതൃകയാണ്. അത്ഭുതകരമല്ലേ ഇത്? സുബ്ഹാനല്ലാഹ്, ഉമ്മത്ത് മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തികളാണെന്ന് പറയുന്ന നമ്മൾ, നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ എങ്ങനെയാണ് ഈ സിനിമാ നടന്മാരെ ഇങ്ങനെ കണ്ണടച്ച് അനുധാവനം ചെയ്യാൻ, അന്ധമായി അവരെ അനുകരിക്കാൻ എങ്ങനെയാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് മനസ്സ് വരുന്നത്? എന്റെ വഅദ് കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസഇ. ഹബീബായ നബി തങ്ങൾ മുടി ക്രോപ്പ് ചെയ്യുന്നതിന് നിരോധിച്ചിട്ടുണ്ട് എന്ന് മഹാന്മാരായ സ്വഹാബത്ത് രേഖപ്പെടുത്തുകയാണ്. ഹദീസിന്റെ കിതാബുകളിൽ കാണാവുന്നതാണ്. ഒരു സ്വഹാബി ഒരിനെ കടന്നു വന്നു ഹബീബായ നബി തങ്ങളുടെ സവിധത്തിലേക്ക്. അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ തന്റെ അരികിലുള്ള സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ നിഅമർ റജുലു ഹാദിഹി, ഈ മനുഷ്യൻ എത്ര നല്ലയാളാണ്, ഈ മനുഷ്യൻ എത്ര നല്ലയാളാണ്. ഇല്ലം യകുൻ ബിഹി ഖസഉൻ, അയാളുടെ തല മുടി ക്രോപ്പ് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഇയാൾ എത്ര നല്ലയാളാണ്, ഇയാൾ എത്ര നല്ലയാളാണ്. ആ സ്വഹാബിയോട് ഉടനെ തന്നെ തിരിച്ചു ഓടുകയാണ്. വേഗം പോയി മുടി നല്ലപോലെ വെട്ടി, ക്രോപ്പ് ചെയ്ത മുടിയെല്ലാം കളഞ്ഞു നല്ലപോലെ മുടി വെട്ടി ഹബീബിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ, ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുകയാണ്. എന്റെ പുണ്യ ചെറുപ്പക്കാരാ, ഹബീബായ നബി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഈ തലമുടി എന്തിനാണ് ചെറുപ്പക്കാരാ നമ്മളെ മാതൃകയാക്കുന്നത്? ഏതെങ്കിലും സിനിമാ നടന്റെ മാതൃക എന്തിനാണ് പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ വക്താക്കളും പ്രയോക്താക്കളുമായ നമുക്കെന്തിനാണ് ആ മാതൃക? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ വ്യക്തമായ മാതൃകയുണ്ടെന്ന് നബിയുനാ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് മാതൃകയായി ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അല്ലാഹു നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ ബലിപെരുന്നാളിന്റെ ദിവസം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഓരോ പള്ളിയിൽ നിന്നും ബലിപെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ചെറുപ്പക്കാരുടെ വേഷവിധാനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പച്ച തുണിയും കറുത്ത ഷർട്ടുമിട്ട, താടി നീട്ടി വളർത്തിയ ചെറുപ്പക്കാർ, താടി നീട്ടി വളർത്തിയ ചെറുപ്പക്കാർ, താടി നീട്ടി വളർത്തൽ സുന്നത്താണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഒരു സുന്ദരമായ ചര്യ എത്രയോ കാലം മുതൽ ഒട്ടനവധി പ്രഭാഷണങ്ങളിലൂടെ കേട്ടിട്ടുള്ളവരാണ് നമ്മൾ. എന്നിട്ടൊരിക്കൽ പോലും താടി നീട്ടി വളർത്തണമെന്ന് തോന്നാത്ത ചെറുപ്പക്കാരന് കഴിഞ്ഞ ബലിപെരുന്നാളിന്റെ സമയത്ത് താടി നീട്ടി വളർത്താൻ തോന്നിയത് എന്തുകൊണ്ടാ? അത് ഹബീബിന്റെ സുന്നത്താണെന്നുള്ള ഒരു ബോധം വന്നത് കൊണ്ടല്ല, മറിച്ച് ആ സമയത്ത് ഇറങ്ങിയ ഏതോ ഒരു സിനിമയിൽ ഒരു
സിനിമാ നടൻ താടിയങ്ങ് നീട്ടി വളർത്തിയപ്പോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചെറുപ്പക്കാർക്ക് മുഴുവനോ അതൊരു ആവേശമായി, അതൊരു ഹരമായി, അത് താല്പര്യമായി, അതൊരു ലഹരിയായി അതങ്ങനെ അനുധാവനം ചെയ്തു. നമ്മുടെ നാട്ടിൻ പുറങ്ങളിലുള്ള ചെറുപ്പക്കാർ പോലും, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പോലും, എന്റെ വാഴ കേൾക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ വാഴ കേൾക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മക്കളെ സംസ്കരിക്കൽ മാതാപിതാക്കളുടെ ബാധ്യതയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മാ നഹല വാലിദുൻ വലദാ മിൻ നഹലിൻ അഫ്ളല മിൻ അദബിൻ ഹുസ്നി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു വാപ്പയും ഒരു മകനും ഒരു സമ്മാനവും നൽകിയിട്ടില്ല മിൻ നഹലിൻ അഫ്ളല മിൻ അദബിൻ ഹുസ്ൻ, മക്കൾക്ക് നല്ല സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കുക എന്നതിലപ്പുറം ഒരു സമ്മാനവും ഒരു വാപ്പയും ഒരു മകനും നൽകിയിട്ടില്ല എന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വാപ്പ മകന് നൽകുന്ന ഏറ്റവും നല്ല സമ്മാനം ആ മകന് ഇസ്ലാമികമായ സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കലാണ്, ആ മകന് ദീനിന്റെ അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കലാണ് ഒരു വാപ്പ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് ഹബീബായ നബി തങ്ങൾ അരുൾ ചെയ്യുകയാണ്. 50,000 രൂപയുടെ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കലല്ല എന്റെ പ്രിയപ്പെട്ട വാപ്പ. മകനോടുള്ള നിന്റെ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് അങ്ങനെയല്ല. മകന് ടാബ് കൊണ്ടുകൊടുത്തില്ല, മകന് കമ്പ്യൂട്ടർ, അതേപോലെ തന്നെ വലിയ വിലപിടിപ്പുള്ള ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തുകൊണ്ടല്ല മക്കൾക്ക് നീ സമ്മാനം നൽകേണ്ടത്. ആ നൽകിയ സമ്മാനമല്ല ഏറ്റവും നല്ല സമ്മാനം, പിന്നെയോ മക്കൾക്ക് ഇസ്ലാമികമായ അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കലാണ് ഏറ്റവും നല്ല സമ്മാനമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ? അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാഠമാകണ്ടേ മുഅ്മിനേ. ഇതൊന്നും പാലിക്കാതെ, ഈ വക കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ, പിന്നെ അവസാനം മക്കളെ വളർന്ന് വലുതാകുമ്പോ അവരെ നമ്മളെ പറഞ്ഞതനുസരിക്കാതിരിക്കുമ്പോ കണ്ണുനീരൊലിപ്പിച്ചിട്ടെന്ത് കാര്യമാണുള്ളത്? ദുആ ചെയ്യാൻ പറഞ്ഞിട്ടെന്ത് കാര്യമാണുള്ളത്? അതുകൊണ്ട് മക്കളുടെ വളരെ ചെറുപ്പത്തിൽ തന്നെ മക്കളുടെ ഭാവിയെ നമ്മൾ നോക്കണം. മക്കളെ വളരെ നല്ല രൂപത്തിൽ പോറ്റി വളർത്താൻ മാതാപിതാക്കൾക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാ തിങ്ങി നിറഞ്ഞ സദസ്സാണ്. പിന്നെ എന്തായാലും ആണുങ്ങളെക്കാളും ഇരട്ടിയുണ്ടാവും പെണ്ണുങ്ങൾ. അത് പൊതുവെ അങ്ങനെയാണ് അല്ലേ? ഇവിടെ സംഘാടകർ അങ്ങനെ പറഞ്ഞിട്ടില്ല. ബാക്കി എല്ലായിടത്തും എവിടെ ചെന്നാലും സംഘാടകർ ആദ്യം പറയുന്ന ഒരു നമ്പറാണത്. ഉസ്താദേ, ആണുങ്ങൾ നോക്കണ്ട, ആണുങ്ങൾ തീരില്ലെങ്കിലും പെണ്ണുങ്ങളതിന്റെ ഇരട്ടിയുണ്ട്, അവരെ കാണൂലല്ലോ. അപ്പൊ പിന്നെ പ്രഭാഷണം നടത്തുന്ന ആളുടെ ആവേശം ചോർന്നു പോകരുത് എന്ന് വിചാരിച്ച് സംഘാടകരുടെ ഒരു നമ്പറാണത്. ഇവിടുത്തെ അൽഹംദുലില്ലാ സംഘാടകർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാ എമ്പാടും പുരുഷന്മാരുണ്ട്. നല്ല സദസ്സ്. ഞാൻ ഇവിടെ കയറി വരുമ്പോ ഞാൻ വിചാരിച്ചു, പഠിച്ചോൻ എന്താ ഇത് ഇങ്ങനെ? അൽഹംദുലില്ലാ സദസ്സ് തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. അതിമനോഹരമായ സദസ്സ്. ഇതിന്റെ ഇരട്ടി ഏതായാലും പെണ്ണുങ്ങൾ ഉണ്ടാവും അല്ലെ? തീർച്ചയാണ്. അതുകൊണ്ട് കുട്ടികൾ ബക്കറ്റുമായി വരുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളാൽ കഴിയുന്ന നല്ലൊരു സഹായം ബക്കറ്റിൽ നിക്ഷേപിക്കണം എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സദഖയുടെ മഹത്വമൊന്നും ബഹുമാന്യരായ നിങ്ങളെ കൂടുതൽ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരിമാര് പ്രത്യേകിച്ചും ഇത്തഖുന്നാർ വലൗ ബിശഖ്ഖി തംറ, ഈ ഒരൊറ്റ ഹദീസ് മതി. ഹബീബായ നബി തങ്ങൾ പറയാണ്, ഇത്തഖുന്നാർ നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ. വലൗ ബിശഖ്ഖി തംറ, അത് ഒരു കാരക്കയുടെ ഒരു കഷ്ണം കൊണ്ടാണെങ്കിലും ശരി. നിങ്ങളെ കയ്യിൽ കൊടുക്കാൻ വേറൊന്നുമില്ല, ഒരു കാരക്കയുടെ ഒരു കഷ്ണമേ ഉള്ളൂ. അത് കൊടുത്തിട്ടാണെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ നല്ല ഒരു സംഖ്യ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. ഒരിക്കലും നഷ്ടപ്പെടാത്ത സ്വത്താണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ടവരെ നല്ലൊരു സംഖ്യ നിക്ഷേപിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ഒരു വാപ്പ മകന് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം ആ മകന് ദീനിയായ അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കലാണ്. എവിടെന്ന് തുടങ്ങണം മക്കളെ സംസ്കരിക്കാൻ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എവിടെന്നാണ് മക്കൾക്ക് സംസ്കരണം പഠിപ്പിക്കേണ്ടത്? എവിടെയാണ്, എവിടെ വെച്ചാണ്, എവിടെ മുതലാണ്? മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ ആരംഭിക്കണമെന്നാണ്. മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ മക്കളെ നന്നാക്കാൻ തുടങ്ങണം എന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറയുന്നത്. അതിപ്പോ എങ്ങനെയാ നടക്കുക? മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ മക്കളെ നന്നാക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിപ്പിക്കുകയാണ്, മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ. എങ്ങനെയാണത്? കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരാ, ഹബീബായ നബി തങ്ങൾ പറയാണല്ലോ, അന്ന അഹദകും ഇദാ അതാ അഹ്ലഹു, നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെടാൻ ഒരുങ്ങുമ്പോ, ശാരീരിക സമ്പർക്കത്തിൽ ഏർപ്പെടും മുമ്പ്, ഖാല അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്വാൻ വജന്നിബി ശൈത്വാന ഫീമാ റസഖ്തനാ. അല്ലാഹ്, പടച്ചവനെ, നീ ഞങ്ങളിൽ നിന്ന് പിശാചിനെ അകറ്റണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് നൽകാൻ പോകുന്ന സന്താനങ്ങളെ തൊട്ടും പിശാചിനെ അകറ്റണേ അല്ലാഹ് എന്നൊരു ഭാര്യയും ഭർത്താവും പരസ്പരം ബന്ധപ്പെടുന്ന നേരത്ത് ദുആ ചെയ്താൽ ഖുദിയ ബൈനഹുമാ വലദുൽ ലം യദുറാ. ആ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാത്ത മക്കൾ അവർക്കുണ്ടാകുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാത്ത മക്കൾ അവർക്കുണ്ടാകുന്നതാണ്. അപ്പൊ എവിടെ മുതൽ സംസ്കരിക്കാൻ തുടങ്ങണം? മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ. കല്യാണം കഴിക്കാൻ പോകുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒന്ന് ശ്രദ്ധിക്കണേ, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ. കല്യാണം കഴിച്ച പല ചെറുപ്പക്കാരും കാണാം, കല്യാണ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഫോൺ വിളിക്കുക. എത്രയോ ചെറുപ്പക്കാരുണ്ട്, പെണ്ണിനെ കാണാൻ പോകുമ്പോ, കല്യാണമൊക്കെ കഴിഞ്ഞ് നിക്കാഹൊക്കെ കഴിഞ്ഞ് പെണ്ണിനെ ഒരു കാണുന്നൊരു ചടങ്ങുണ്ടാവും ആദ്യമായി കാണുമ്പോ, അല്ലെ? അപ്പൊ ഉണ്ടാവും ഫോൺ. പരിചയമുള്ള ഏതെങ്കിലും ഉസ്താദന്മാർക്ക് അപ്പോഴാ ഫോൺ വിളിക്കുക. ആദ്യമായിട്ട് പെണ്ണിനെ കാണുമ്പോ എന്താ ചൊല്ലേണ്ടത്? അപ്പൊ എങ്ങനെ ചൊല്ലിക്കൊടുത്താലും അവനക്ക് നേരെ കിട്ടൂല വിപ്രാളത്തിൽ. ഇതൊക്കെ ആദ്യം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് പഠിച്ചു വെക്കണം. നിക്കാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. കൂടുതലൊന്നുമില്ല, ആ നിക്കാഹിന്റെ സീഗൊക്കെ, അല്ലെ? പണ്ടൊരു ചങ്ങായിക്ക് കബിൽ തൂ എന്ന് പറഞ്ഞു കൊടുത്തിട്ടൊന്നും ഓനക്ക് മനസ്സിലാകുന്നില്ല. ഓൻ ഡബിൾ ടു തന്നെയാ പറയുന്നത്. കാരണം ഓൻ പണ്ടേ STD ബൂത്തിലാണ് ജോലി ചെയ്തത്. ഓനക്ക് അതേ വായിൽ വരുന്നുള്ളൂ, ഡബിൾ ടു. കബിൽ തൂ എന്ന് ഉസ്താദ് പറഞ്ഞു കൊടുത്തു കുടുങ്ങി. ആലോചിച്ച് നോക്കണം നമ്മൾ, അല്ലെ? എന്ന് ചൊല്ലിത്തരുമ്പോ പെണ്ണിന്റെ വാപ്പാക്കത് നല്ലതുപോലെ ചൊല്ലാൻ കഴിയാറില്ല, പഠിച്ചിട്ടില്ല. പഠിക്കേണ്ട സമയത്ത്, പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കാത്തതിന്റെ കുറവാണത്. അതേപോലെ ഖബിൽതു മിൻക നിക്കാഹഹാ വതസ്വീജഹാ എന്ന് ഉസ്താദ് ചൊല്ലിക്കൊടുക്കുമ്പോ നേരാമണ്ണം അത് ചൊല്ലാൻ കഴിയാത്ത ചെറുപ്പക്കാരാ, അത് നിനക്ക് മാനക്കേടാണ്, അത് നിനക്ക് നാണക്കേടാണ്, അത് വളരെ മോശമാണ് ചെറുപ്പക്കാരാ. അതൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. നേരത്തെ ഏതെങ്കിലും സ്ഥാനോട് പോയിട്ട് ഒന്ന് പഠിച്ചു വെക്കുക. അവന് ഡബിൾ ഒന്നും പറയൂല, ഖബിൽതു മിൻക നിക്കാഹഹാ എന്ന് തന്നെ പറയാം, അല്ലെ? അതേപോലെ തന്നെ പെണ്ണിനെ കാണുമ്പോ ആദ്യമായി അവരുടെ തലയിൽ കൈവച്ച് എന്താണ് പറയേണ്ടത് എന്ന് ആ വിപ്രാളത്തിന്റെ സമയത്ത് ചോദിക്കുന്നതിന് പകരം നേരത്തെ തന്നെ അതൊന്ന് പഠിച്ചു വെക്കുക. അല്ലാഹുമ്മ ബാരിക് ലികുല്ലി വാഹിദിൻ മിന്നാ ഫീ സ്വാഹിബിഹി. അല്ലാഹുവേ, ഞങ്ങളിൽ ഓരോരുത്തർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. പടച്ചവനെ, അല്ലാഹുവേ, ഞാൻ കല്യാണം ചെയ്യാൻ പോകുന്ന, നിക്കാഹ് ചെയ്ത് എന്റെ കൂടെ കൂട്ടാൻ പോകുന്ന ഈ പെണ്ണിൽ നീ എനിക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഈ പെണ്ണിലൂടെ എനിക്കുണ്ടാകുന്ന എല്ലാ ഖൈറിനെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്. ഈ പെണ്ണിലൂടെ എനിക്കുണ്ടാകാൻ പോകുന്ന എല്ലാ ഷർറിനെ തൊട്ടും ഞാൻ നിന്നോട് കാവല് തേടുന്നു അല്ലാഹ്.
അറബി അറിയില്ലെങ്കിൽ പ്രിയപ്പെട്ട ചെറുപ്പക്കാരായി മലയാളം ഒന്ന് പഠിച്ചു വെച്ചോ. എന്നിട്ട് പെണ്ണിനെ ആദ്യമായി കാണുമ്പോ അവളുടെ തലയിൽ കൈവച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് നീ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു പോകൂ. നിന്റെ ദാമ്പത്യത്തിൽ വിള്ളലുണ്ടാകില്ല. നിനക്ക് അവളുടെ വാപ്പാനെ തെറി വിളിക്കേണ്ടി വരില്ല. നിനക്ക് അവളുടെ ഉപ്പാനെ ചീത്ത പറയേണ്ടി വരില്ല. നിനക്ക് അവളോട് കയർക്കേണ്ടി വരില്ല. അവളെ മുടിക്കുറ്റി പിടിച്ച് ചുമരിന്നിട്ടടിച്ച് ചോര ഒലിപ്പിക്കേണ്ടി വരില്ല. പെണ്ണെ, ആ പെണ്ണിന് കുടുംബ കോടതിയിൽ കയറി ഭർത്താവിനെതിരെ പരാതി പറഞ്ഞ് പൊട്ടിക്കരയേണ്ടി വരില്ല. കുടുംബ ബന്ധങ്ങളിൽ, ദാമ്പത്യ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാവുകയില്ല. ഈ ഒരു സുന്നത്തുകളൊക്കെ ഒന്ന് പാലിക്കുന്നത് നല്ലതാണ്. അതേപോലെ ആദ്യമായി അവളുമായി ബന്ധത്തിലേർപ്പെടുമ്പോൾ ചൊല്ലേണ്ട ദിക്റാണിത്. അതാണ് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത്. അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്വാൻ വജന്നിബ് ശൈത്വാന ഫീമാ റസഖ്തനാ. ഒരു ഭാര്യയും ഭർത്താവും പരസ്പരം ഇങ്ങനെ ചൊല്ലി ബന്ധപ്പെട്ടാൽ അവർക്കുണ്ടാകാൻ പോകുന്ന ആ കുട്ടി അത് സംസ്കാര സമ്പന്നനായ നല്ല അച്ചടക്ക ബോധമുള്ള ദീനിയായ കുട്ടിയായി വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അവിടുന്ന് തുടങ്ങണം സംസ്കരണം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, മക്കൾ ഉണ്ടാകാൻ പോകുന്നതിന് മുമ്പേ മക്കളെ നന്നാക്കാൻ വേണ്ടി അള്ളാഹിനോട് ദ്വാരക്കണം. അവിടുന്ന് തുടങ്ങണം. മക്കൾ ഉണ്ടാകാൻ പോകുന്നതിന് മുമ്പേ അങ്ങനെ ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു രണ്ട് സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. ദണ്ണം അബാവ സൂരിയും മറ്റുള്ളദീന മടങ്ങലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും. നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ ബന്ധപ്പെടുന്ന അവിടം മുതൽ ആരംഭിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ അവൾ ഗർഭിണിയായാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സയ്യിദുനാ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭാര്യ പ്രസവിക്കുന്നത് വരെ, ഭാര്യയുടെ ഗർഭസമയത്ത് മുഴുവനും സക്കരിയ നബി നോമ്പുകാരനായിരുന്നു. സക്കരിയ നബി നോമ്പ് നോറ്റു, വ്രതമനുഷ്ഠിച്ചു, ധാരാളം ഇബാദത്ത് ചെയ്തു. ഒരാളോടും അനാവശ്യമായ സംസാരങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല. തൗറാത്ത് നല്ലപോലെ പാരായണം ചെയ്തു. ധാരാളം അല്ലാഹുവിനെ ദിക്ർ ചൊല്ലി അങ്ങനെ കഴിച്ചു കൂട്ടുകയായിരുന്നു. ഭാര്യയുടെ പ്രസവം വരെ, ഗർഭിണിയായ സമയത്ത് സയ്യിദനാ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഉമ്മമാരും ശ്രദ്ധിക്കേണ്ടതാണിത്. അതേപോലെ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കേണ്ടതാണ്. ഭാര്യ ഗർഭിണിയായ നേരത്ത് നല്ലപോലെ ഖുർആൻ ഓതുക. ഉമ്മമാര് സൂറത്ത് മറിയം അധികരിപ്പിക്കുക. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, സഹോദരിമാരെ, ഗർഭസമയത്ത് നല്ലപോലെ ഖുർആൻ ഓതണം. പ്രത്യേകിച്ച് സൂറത്ത് മറിയം നല്ലപോലെ പാരായണം ചെയ്താൽ സുബ്ഹാനല്ലാഹ്, ഇന്ന് എന്തെല്ലാം കേസുകളാണ് അല്ലേ?
കുറെ വെള്ളം കുറഞ്ഞു, അങ്ങനെ ഓപ്പറേഷൻ. എത്ര ഓപ്പറേഷനുകളാണ്! നോർമൽ പ്രസവം വളരെ കുറവാണ്, എല്ലാം ഓപ്പറേഷനാണ്. സാരമായ പ്രശ്നങ്ങളാണുള്ളത്, എല്ലാം ഓപ്പറേഷനാണ്. ഇതിനൊക്കെ ഒരു മാറ്റം വരാൻ ഒന്ന് ഗർഭസമയത്ത് നല്ലപോലെ ദുആ ചെയ്യുക അല്ലാഹുവിനോട്, ധാരാളം ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക. സീരിയലിന്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്കണേ ഉമ്മമാരെ. സിനിമയുടെ റിയാലിറ്റി ഷോയുടെ മുമ്പിൽ നിന്ന് ഒന്ന് മാറി നിൽക്കണം ഉമ്മമാരെ. ഇതൊന്നും പാലിക്കാതെ ഗർഭസമയത്ത് പോലും ഏതെങ്കിലും തലയിൽ തട്ടമിടാത്ത പെണ്ണ് പാടുന്ന പാട്ട് കേട്ട് ആസ്വദിക്കുമ്പോ നിന്റെ ഉദരത്തിലുള്ള കുഞ്ഞിന് പോലും അത് ബാധിക്കുന്നുണ്ട് എന്നാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ മതം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വഅദ് കേൾക്കുന്ന ഉമ്മ ഇതൊന്നും പാലിക്കാതെ എത്ര വഅദ് കേട്ടിട്ട് എന്ത് കാര്യമാണുള്ളത്? ഈ വിഷയങ്ങളൊന്നും ശ്രദ്ധിക്കാതെ, ഇതൊന്നും ജീവിതത്തിൽ പാലിക്കാതെ, ഈ അനുഷ്ഠാനങ്ങളൊന്നും ജീവിതത്തിൽ കൊണ്ട് നടക്കാതെ എത്ര വഅദ് കേട്ടിട്ട് എന്താണ് കാര്യം? എത്ര വഅദിന്റെ മജ്ലിസുകളിൽ വന്ന് ധാരാളം വഅദ് കേട്ടിട്ട് എന്ത് കാര്യമാണുള്ളത്? വളരെ സ്നേഹത്തോടെ ഞാൻ ചോദിക്കട്ടെ, ഉമ്മമാരെ, എന്നോട് വിഷമം തോന്നരുതേ, എന്നോട് പ്രയാസം തോന്നരുതേ, സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഗർഭസമയത്തൊക്കെ നല്ലോണം ഇബാദത്ത് ചെയ്യണം, ഖുർആൻ ഓതുക, നല്ല പോലെ ഇബാദത്ത് ചെയ്യുക. പുരുഷന്മാരും അങ്ങനെ തന്നെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഭാര്യയുടെ പ്രസവം കഴിഞ്ഞാൽ, പിന്നെ പ്രസവിച്ചാൽ ഉടൻ ആ കുഞ്ഞിന്റെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കണമെന്നാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നത്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അതൊന്നും പഴഞ്ചനായി കാണരുതേ പ്രിയപ്പെട്ടവരെ, അത് പഴഞ്ചനാണെന്ന് തോന്നരുത്. ഇതെന്തോ ഒരു പഴയ ആചാരമാണ്, അനുഷ്ഠാനമാണ്. എങ്ങനെയാണ് ആളുകളുടെ മുമ്പിൽ നിന്ന് ബാങ്ക് വിളിക്കുക എന്നൊന്നും തോന്നരുത്. കുട്ടി അങ്ങ് കയ്യിലേക്ക് കിട്ടിയാലുടൻ ബാങ്ക് വിളിക്കുക, അതേപോലെ ഇടത് ചെവിയിൽ ഇഖാമത്ത് വിളിക്കുക. അത് സുന്നത്താണ്, സുന്നത്താണ്. കുട്ടി ഭൂമി ലോകത്തേക്ക് വന്ന ഉടനെ കേൾക്കുന്ന ശബ്ദം ഖാലിഖായ പടച്ചവന്റെ നാമമാകട്ടെ, അല്ലാഹുവിന്റെ ആ പരിശുദ്ധമായ നാമമാകട്ടെ കുട്ടി കേൾക്കുന്നത്. അദാനുൽ മർഇ ഹീന തിഫ്ലു യഅതി വതഖീരി സ്വലാത്തി ഇലൽ മമാതി ദലീലുൻ അലാ അന്ന മഹ്യാഹു യസീറു കമാ ബൈനൽ അദാനി ഇലാ സ്വലാത്തി. കുട്ടി ഭൂലോകത്തേക്ക് പിറന്ന വീണയുടൻ ആ കുട്ടിയുടെ വലത് ചെവിയിൽ കൊടുക്കുന്ന ബാങ്കും ഇടത് ചെവിയിൽ കൊടുക്കുന്ന ഇഖാമത്തും കഴിഞ്ഞാൽ പിന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുട്ടിയുടെ പേരിലുള്ള നമസ്കാരം എപ്പോഴാണ് നടക്കുന്നതെന്നറിയോ? ഒരു 10-60 കൊല്ലക്കാലം ആ കുഞ്ഞു ഭൂമിക്ക് മുകളിൽ ജീവിച്ച് ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ അവന്റെ ഭൗതിക ശരീരവുമായി കൂട്ടുകുടുംബാദികൾ പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിലേക്ക് വെക്കപ്പെടുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ, അവന്റെ നാട്ടുകാരുടെ മുന്നിൽ, അവന്റെ നാട്ടിലെ പ്രമാണിമാരുടെ മുന്നിൽ, അവന്റെ നാട്ടിലെ ഉസ്താദിന്റെ മുന്നിൽ പള്ളിയിൽ അവന്റെ ജനാസ കൊണ്ടുവെക്കപ്പെടുമ്പോ അവിടെ ബാങ്കില്ല, അവിടെ ഇഖാമത്തില്ല. അവിടെ നേരെ നിസ്കാരത്തിലേക്ക് കടക്കുകയാണ്, നേരെ നിസ്കാരത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുക. കാരണം എന്താ? ബാങ്കും ഇഖാമത്തും അത് കഴിഞ്ഞു പോയതാണ്. അവൻ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന്, ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് പിറന്ന് വീഴുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാങ്കും ഇഖാമത്തും കഴിഞ്ഞുപോയി. ഇനി നിസ്കാരമാണ് നടക്കുന്നത്. കുല്ലും യൗമാ സയർകബു കാരിഹാ അലന്നഇശി അനാകിൽ ഇദാ വൽ ഖാരിബി. ഒരു കവി പഠിപ്പിച്ചതുപോലെ ആര് എത്ര വെറുപ്പോടെയാണെങ്കിലും ഒരു നാൾ കൂട്ടുകുടുംബാദികളുടെ ബന്ധുമിത്രാദികളുടെ തോളത്ത് കയറി പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിലേക്ക് പോകേണ്ടവൻ തന്നെയാണല്ലോ. അവനെത്ര വെറുത്താലും, അവനെത്ര താല്പര്യം പ്രകടിപ്പിച്ചില്ലെങ്കിലും, എത്ര വെറുപ്പോടെ അറപ്പോടെ കണ്ടാലും ഒരു നാൾ അവന് പോകേണ്ടത് ആ 6 അടി മണ്ണിലേക്ക് തന്നെയാണ് സഹോദരാ.
കവി പഠിപ്പിക്കുകയാണ്, ബാങ്ക് ഇഖാമത്തിന്റെയും നിസ്കാരത്തിന്റെയും ഇടയിലുള്ള സമയം വളരെ തുച്ഛമാണല്ലോ, അതേപോലെ മനുഷ്യന്റെ ആയുസ് വളരെ കുറവാണ് എന്നതിലേക്കുള്ള സൂചനയാണ് കുഞ്ഞു ഭൂമി ലോകത്തേക്ക് പിറന്നു വീഴുമ്പോ ബാങ്കും ഇഖാമത്തും കൊടുക്കൽ. അവൻ ലോകത്തോട് വിട പറയുമ്പോ അവന്റെ പേരിലുള്ള നമസ്കാരം, അത് ബാങ്ക് ഇഖാമത്തിന്റെ ഇടയിലുള്ള ബാങ്ക് നിസ്കാരത്തിന്റെ ഇടയിലുള്ള സമയം വളരെ തുച്ഛമായതുപോലെ ഒരു മനുഷ്യന്റെ ജീവിതം വളരെ തുച്ഛമാണ്, വളരെ കുറവാണ് എന്നതിലേക്കുള്ള സൂചനയാണ് എന്ന് മഹാന്മാരായ പണ്ഡിത ലോകം രേഖപ്പെടുത്തുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ തുച്ഛമായ ആയുസാണല്ലോ ഭൂമിയിലുള്ളത്. പഴയ കാലത്തെ പോലെയല്ല. നൂഹ് നബിയൊക്കെ 950 കൊല്ലമാണ് സമുദായത്തോട് വഅദ് പറഞ്ഞത്. 950 കൊല്ലം. അപ്പൊ 1000-ഉം അതിലേറെ വർഷമൊക്കെ ജീവിച്ചിട്ടുണ്ട് മുൻഗാമികൾ. നമ്മൾ അങ്ങനെയല്ല, നമുക്ക് വളരെ ചുരുങ്ങിയ ആയുസാണ്. എന്റെ സമുദായത്തിന്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്യുകയാണ്, 60-70-ന്റെ ഇടയിൽ. ഒരാൾ 110 വയസ്സ് വരെ ജീവിച്ച റസൂലുള്ളാഹി തങ്ങളെ വാക്കിന് അർത്ഥമില്ല എന്ന് വിചാരിക്കരുത്. അത് അപൂർവം കേസുകളാണ്. ലാ യുഹ്കമു ബിന്നവാദിർ എന്നാണ്. അപൂർവങ്ങളെ കൊണ്ട് വിധി പറയാൻ പാടില്ല എന്നാണ്. അപൂർവമായ കേസുകൾ 80-90 വയസ്സ് വരെയൊക്കെ ജീവിക്കാം. പക്ഷെ ഭൂരിഭാഗവും 60-70-നിടയിൽ. ഹബീബ് ലോകത്തോട് വിട പറഞ്ഞു പോയത് 63-ാമത്തെ വയസ്സിലാണ്. സിദ്ദീഖുൽ അക്ബർ മരണപ്പെട്ടത് 63-ലാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് 63-ലാണ്. മഹാനായ ഉസ്മാൻ എന്നവർ 82 വയസ്സിൽ മരണപ്പെട്ടു പോയ മഹാനാണ്. ഉസ്മാൻ എന്നവർ 82 വയസ്സ് വരെ പോയിട്ടുണ്ട്. അപ്പൊ അത് അപൂർവമാണ്. ഭൂരിഭാഗം ആളുകളും 60-70-നിടയിൽ. എന്തോ ആകട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ബാങ്കും ഇഖാമത്തും സുന്നത്താണ്. കുട്ടി ഭൂമി ലോകത്തേക്ക് കടന്നു വന്നാൽ ഉടൻ ചെയ്യേണ്ട മര്യാദയാണ്. ഈ മര്യാദകളൊക്കെ നമ്മൾ പാലിച്ചാൽ സംശയം വേണ്ട സഹോദര, നമ്മുടെ മക്കൾ നന്മയുടെ നർമ്മണമുള്ള മക്കളായി വരും. ഒരു സംശയവും വേണ്ട. നമ്മുടെ മക്കൾ നല്ല അച്ചടക്ക ബോധമുള്ള ദീനിയായ ചൈതന്യമുള്ള മക്കളായി മാറും. ഒരു സംശയവും ആ വിഷയത്തിൽ വേണ്ട സഹോദര. അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യൽ നല്ലതാണ്. കുട്ടിയുടെ ചെവിയിൽ വലത് ചെവിയിൽ വാങ്ങും, ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുത്തതിന് ശേഷം കുട്ടിയെ കയ്യിൽ പിടിച്ചൊന്ന് ദുആ ചെയ്യൽ നല്ലതാണ്. മഹദിയായ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം, മറിയം ബീവിയുടെ ഉമ്മ ദുആ ചെയ്തിട്ടുണ്ട്. إذ قالت امرأة عمران رب إني نذرت لك ما في بطني محررا فتقبل مني إنك أنت السميع العليم. സൂറത്തു ആലി ഇംറാൻ 35-ാമത്തെ വചനത്തിൽ കാണാം, إذ قالت امرأة عمران, ഇമ്രാന്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം. ആരാണ് ഇമ്രാന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അത് ഹന്നത്ത് ബിൻത് ഫാഖൂദ്, ഹന്നത്ത് ബീവിയാണ്. ഇമ്രാന്റെ ഭാര്യ ഹന്നത്ത് ബീവി എന്ന് പറഞ്ഞാൽ മറിയം ബീവിയുടെ ഉമ്മ. മറിയം ബീവിയുടെ ഉമ്മ ഹന്നത്ത് ബീവിയാണ്. മറിയം ബീവിയുടെ വാപ്പ ഇമ്രാനാണ്. ഇമ്രാൻ ഹന്നത്ത് ദമ്പതികളുടെ മകനാണ്. മകളാണ് സയ്യിദത്തുനാ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം. മറിയം ബീവിക്ക് ജന്മം നൽകാൻ ഒരു കാരണമുണ്ട്. ചരിത്രത്തിൽ കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്മുഹാ ഹന്ന ബിൻത് ഫാഖൂദ് വകാനത് ഇംറഅത്തുൻ ലാ തുഹ്മൽ. ഹന്ന ബിൻത് ഫാഖൂദ് ഗർഭം ധരിക്കാത്ത പെണ്ണായിരുന്നു അത്രേ. ഹന്നത്ത് ബിൻത് ഫാഖൂദ് ഗർഭം ധരിക്കാത്ത പെണ്ണാണ്. فرأت يوما طائرا يزك فرخه فاشتهت الولد. ഒരു ദിവസം അവർ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോ ഒരു മരക്കൊമ്പിലിരുന്ന് ഒരു തള്ളപ്പക്ഷി അതിന്റെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത് കാണുകയാണ്. സയ്യിദത്തുനാ ഹന്ന ബിൻത് ഫാഖൂദ്, ഒരു തള്ളപ്പക്ഷി അതിന്റെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുക.
ഫസ്തഹത്തിൽ വലദ. ഇത് കണ്ടപ്പോൾ ഹന്നത്ത് ബിൻത് ഫാഖൂദിന് ആഗ്രഹം വന്നു, അല്ലാ, ഇതുപോലൊരു കുഞ്ഞ് എനിക്കും ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനും ഇങ്ങനെ ലാളനയോടെ ഭക്ഷണം കൊടുക്കുമായിരുന്നല്ലോ. ഫദഅത്തില്ലാ, അവർ അല്ലാഹുവിനോട് ദുആ ചെയ്തു, അയ്യഹിബഹാ വലദാ, ഒരു കുട്ടിയെ ലഭിക്കാൻ. ഫസ്തജാബ അല്ലാഹു ദുആഹാ, അവരുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയാണ്. ഫവാഖഅഹാ സൗജുഹാ ഫഹമലത് മിൻഹു. അങ്ങനെ അവർ ഭർത്താവായ ഇമ്രാനുമായി ബന്ധത്തിൽ ഏർപ്പെട്ടു, ശാരീരിക ബന്ധമുണ്ടായി, അതിൽ അവർ ഗർഭം ധരിച്ചു. ഗർഭം ചുമന്നപ്പോൾ അവർ ദുആ ചെയ്തു, അവർ അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബി ഇന്നി നദറതു ലക മാ ഫീ ബത്നി മുഹററാ, യാ അല്ലാഹ്, എന്റെ ഉദരത്തിലുള്ള ഈ കുഞ്ഞിനെ, പിറക്കാൻ പോകുന്ന ഈ കുഞ്ഞിനെ ഞാൻ നിനക്ക് വേണ്ടി നേർച്ച ചെയ്യുകയാണ് അല്ലാഹ്. നാളെ ബൈത്തുൽ മുഖദ്ദസിന്റെ സേവനത്തിന് വേണ്ടി നിനക്ക് ഇബാദത്ത് ചെയ്യാൻ എന്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെ ഞാൻ നേർച്ചയാക്കുകയാണ്. ഈ കുഞ്ഞിനെ ഞാൻ നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ മാത്രമായി വിടുകയാണ് അല്ലാഹ്. ഹന്നാ ബിൻത് ഫാഖൂദ് അല്ലാഹുവിനോട് ദുആ ചെയ്തതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പിറന്നു നോക്കുമ്പോൾ കുഞ്ഞു പെണ്ണാണ്. വഇന്നി സമ്മൈതുഹാ മറിയം വഇന്നി ഉഈദുഹാ ബിക് വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ഹന്നത്ത് ബിൻത് ഫാഖൂദ് അല്ലാഹുവിനോട് പറഞ്ഞല്ലോ, വഇന്നി സമ്മൈതുഹാ മറിയം, ഞാൻ ഈ കുട്ടിക്ക് മറിയം എന്ന പേര് വെക്കുകയാണ് അല്ലാഹ്. വഇന്നി ഉഈദുഹാ ബിക്, അവളെയും അതേപോലെ വദുർരിയതഹാ, അവളുടെ സന്താനങ്ങളെയും പിശാചിന്റെ ശർറിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുകയാണ് അല്ലാഹ്. പിശാചിന്റെ സ്പർശനം അവർക്കുണ്ടാകരുതേ എന്ന് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് അല്ലാഹ്. നിന്നോട് ഞാൻ ദുആ ചെയ്യുകയാണ്. ആരുടെ പ്രാർത്ഥനയാണ്? ഹന്നാ ബിൻത് ഫാഖൂദിന്റെ പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, ആ ദുആ അല്ലാഹു സ്വീകരിച്ചല്ലോ. പൊന്നുമോൾ മറിയം ബീവിയെ കയ്യിലെടുത്തുകൊണ്ടാണ് ഹന്നത്ത് ബിൻത് ഫാഖൂദ് ദുആ ചെയ്തത്. വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ഇവളെയും ഇവളുടെ സന്താനങ്ങളെയും പിശാചിന്റെ ശർറിനെ തൊട്ട് ഞാൻ കാവലിനെ തേടുകയാണ് എന്ന് ഹന്നാ ബിൻത് ദുആ ചെയ്തു. ആ ദുആ അല്ലാഹു സ്വീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഇമാം ബുഖാരി തങ്ങൾ തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മാ മിൻ മൗലൂദിൻ യൂലദു ഇല്ലാ മസ്സഹു ശൈത്വാൻ ഇല്ലാ മസ്സഹു ശൈത്വാൻ. ഓരോ കുഞ്ഞും ഉമ്മയുടെ ഉദരത്തിൽ നിന്ന്, ഗർഭപാത്രത്തിൽ നിന്ന് ഭൂലോകത്തേക്ക് പിറന്നു വീഴുമ്പോ പിശാച് ആ കുഞ്ഞിനെ സ്പർശിച്ചിട്ടല്ലാതെ ഒരു കുഞ്ഞും ലോകത്തേക്ക് കടന്നു വരികയില്ല. ഫയസ്തഹില്ലു സാരിഖൻ മിൻ മസ്സിഹി ഇയ്യാ. അങ്ങനെ പിശാച് സ്പർശിക്കുമ്പോഴാണ്, പിശാച് തൊടുമ്പോഴാണ് ഓരോ കുഞ്ഞും കരഞ്ഞുകൊണ്ട് ഭൂമി ലോകത്തേക്ക് കടന്നു വരുന്നത്. പിശാചിന്റെ സ്പർശനം ഏൽക്കുമ്പോഴാണ് കുഞ്ഞുങ്ങളൊക്കെ കരയാം. അല്ലെ, ഓരോ കുഞ്ഞും ഭൂമിയിലേക്ക് കടന്നു വരുന്നത് കരഞ്ഞിട്ടാണ് കുഞ്ഞുങ്ങൾ വരിക. എന്താണ് ഈ കുഞ്ഞുങ്ങൾ കരയാൻ കാരണം? ഹബീബായ നബി തങ്ങൾ പറയാണ്, ഫയസ്തഹില്ലു സാരിഖാ മിൻ മസ്സിഹി ഇയ്യാ. അത് പിശാചിന്റെ സ്പർശനം കൊണ്ടുള്ള കരച്ചിലാണ്. അതാണ് കവി പാടിയത്, വലദതുക ഉമ്മുക യബ്ന ആദമു ബാകിയാ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂലോകത്തേക്ക് പിറന്നു വീഴുമ്പോ മോനെ നീ കരഞ്ഞുകൊണ്ടാണ് കടന്നു വന്നത്. വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ. നിന്റെ കൂട്ടുകുടുംബാദികൾ നാല് ഭാഗത്തും നിന്റെ ചുറ്റിലും ചിരിക്കുകയായിരുന്നു. കൂട്ടുകാര് കുടുംബക്കാരൊക്കെ ചിരിക്കുകയാണ്.
ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നുവെന്ന, ഒരു കുഞ്ഞ് ജനിച്ചു എന്ന സന്തോഷത്താൽ നിന്റെ ബന്ധുമിത്രാദികളൊക്കെ എങ്ങനെ ആനന്ദത്താൽ ചിരിക്കുന്ന നേരത്താണ് നീ കരഞ്ഞുകൊണ്ട് ഭൂമിയിലേക്ക് കടന്നു വന്നത്. ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫി ഹാലി മൗതിക ളാഹികൻ മസ്റൂറാ. നാളെ ഈ ബന്ധമിത്രാദികൾ മുഴുവനും കരയുമ്പോ നീ ചിരിച്ചുകൊണ്ട് മരിക്കാൻ പരിശ്രമിക്കണേ എന്നൊരു കവി പഠിപ്പിക്കുകയാണ്. ചിരിച്ചുകൊണ്ടാണ് വന്നത്. അന്ന് നീയുമായി ബന്ധപ്പെട്ട എല്ലാവരും നീ കരഞ്ഞുകൊണ്ടാണ് കടന്നു വന്നത്. അന്ന് നിന്നോട് ബന്ധപ്പെട്ട എല്ലാവരും ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് മനുഷ്യ, നീ തിരിച്ചു പോകുമ്പോൾ ചിരിച്ചുകൊണ്ടാണ് പോകേണ്ടത്. അന്ന് കരഞ്ഞവർ, അന്ന് ചിരിച്ചവർ മുഴുവനും ഇന്ന് കരയുന്നുണ്ടാകും. നീ ചിരിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് പോകേണ്ടത് എന്നൊരു കവി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ചിരിച്ചു മരിക്കാൻ സാധുക്കളായ നമുക്ക് ഭാഗ്യം നൽകട്ടെ, ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇമാം ബുഖാരി തങ്ങൾ തന്റെ സ്വഹീഹിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. മറിയം ബീവിയെയും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു വന്നത് എല്ലാ കുഞ്ഞുങ്ങളെയും പിശാച് സ്പർശിക്കുന്നതാണ്. അപ്പോഴാണ് കുട്ടികൾ കരയുക. ഹബീബായ നബി തങ്ങൾ പറയാൻ, ഇല്ലാ മറിയമ വബ്നഹാ, മറിയം ബീവിയെയും അവരുടെ മകനായ സയ്യിദുനാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും പിശാച് തൊട്ടിട്ടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഹന്ന ബിൻത് ഫാഖൂദിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. അത് ഹന്നത്ത് ബീവിയുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. പ്രിയപ്പെട്ടവരെ, ഹന്നത്ത് ബീവിയുടെ പ്രാർത്ഥനയാണ്. അല്ലാഹു അത് സ്വീകരിച്ചു. പിശാച് തൊട്ടിട്ടില്ല മറിയം ബീവിയെയും അവരുടെ മകനായ സയ്യിദുനാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകുമാറാകട്ടെ. അപ്പോ കുഞ്ഞിനെ കയ്യിലെടുത്തൊന്ന് ദ്വാരക്കണം. അല്ലാഹുവേ, ഈ കുട്ടിയെ നീ നന്നാക്കണേ, എനിക്കും എന്റെ ഭാര്യക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബത്തിനൊക്കെ ഉപകാരമുള്ള മക്കളാക്കണേ, മകനാക്കണേ അല്ലെങ്കിൽ മകളാക്കണേ. അങ്ങനെ ദ്വാരക്കുക. തീർച്ചയായും അല്ലാഹു അത് സ്വീകരിക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കട്ടെ. അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് മധുരം നൽകൽ സുന്നത്താണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, മഹാനായ അനസ് ഇബ്നു മാലിക് എന്നവരെ പറയാൻ, ദഹബ ബി അഖീഹി ഹീന വലദതുഹു ഉമ്മുഹു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പ്രസവിച്ചപ്പോ ആ കുഞ്ഞിനെയും കൊണ്ട് മഹാനായ അനസ് ഇബ്നു മാലിക് നേരെ പോയത് ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്കാണ്. ഫഹന്നകഹു, ഹബീബായ നബി തങ്ങൾ മധുരം തൊടിച്ചു. വസമ്മാഹു അബ്ദുല്ലാഹ്, എന്നിട്ട് ആ കുട്ടിക്ക് അബ്ദുല്ലാഹ് എന്ന പേര് വെക്കുകയും ചെയ്തു എന്ന് മഹാനായ സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇമാം ബുഖാരി തങ്ങൾ തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. കുട്ടിക്ക് മധുരം തൊടിക്കൽ സുന്നത്താണ്. പിന്നെയോ പേരിടലും സുന്നത്താണ്. നല്ല പേരിടൽ, നാട്ടിലാർക്കും ഇല്ലാത്ത പേരിടൽ എന്നല്ല ഈ നല്ല പേര് എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. അങ്ങനെയാണ് എന്ന് ധരിച്ചുപോയ ആളുകൾ നമുക്കിടയിലുണ്ട്. ആർക്കും ഇല്ലാത്ത പേരാകണം, നാട്ടിലാർക്കും ഇല്ലാത്ത പേരാകണം. അല്ല, ആദ്യകാലത്തൊക്കെ ഉസ്താദന്മാരോട് ചോദിച്ചിട്ടാണ് പേരിടുക. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ സ്വന്തമായിട്ട് എവിടെന്നെങ്കിലൊക്കെ നോക്കിയിട്ട് പേരിടും. എന്നിട്ട് അതിന്റെ അർത്ഥം ഉസ്താദന്മാരോട് പോയി ചോദിക്കും, ഉസ്താദ് എന്തിന്റെ അതിന്റെ അർത്ഥമാണ്. അപ്പൊ ആ ഉസ്താദ് കുറെ ഡിക്ഷണറി നോക്കി, അതും നോക്കി ഇതും നോക്കി, എങ്ങനെ നോക്കിയിട്ടും ആ പേരിന് അർത്ഥം കാണുന്നില്ല. അപ്പൊ പറഞ്ഞു കൊടുത്തു, ഇത് പിന്നെ അർത്ഥമില്ല, അറബിയിൽ ഇതിന് അർത്ഥമില്ല. അങ്ങനെ ചില പേരുകൾ ഉണ്ടാകാം അല്ലെ, മറ്റു ഭാഷകളിൽ നിന്ന് കടന്നു വന്ന പേരുകൾ ഉണ്ടാകാം, അതിന് അറബിയിൽ അർത്ഥം ഉണ്ടാവൂല. ഇത് അങ്ങനത്തെ പേരുകളാണെന്ന് പറയുമ്പോ പിന്നെ അവര് കോട്ടം കൂടി ചർച്ച ചെയ്യല, ഇയാൾക്കൊന്നും തിരിയലപ്പോ ഇയാള് വെറുതെ ഉസ്താദിന്റെ മേലാണ് കുറ്റം. അവരിട്ട പേരിന് അർത്ഥമില്ലാത്തത് കൊണ്ട് ഉസ്താദിനാണ് കുറ്റം. അങ്ങനെ ഉസ്താദന്മാരെ പറയുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ വിരളമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പേരിടുക എന്ന് പറഞ്ഞാൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിർത്താനായോ? ആവേശം കുറഞ്ഞോയോ? ആരും ഉണ്ടെന്നില്ലല്ലോ. കുറച്ചുകൂടി പറയാലോ, 10:45. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇന്നകും സതുദഊന ബിഅസ്മാഇകും വഅസ്മാഇ ആബാഇകും, തീർച്ചയായും നിങ്ങൾ നാളെ പരലോകത്ത് വിളിക്കപ്പെടുന്നത് നിങ്ങളുടെ പേരും നിങ്ങളുടെ വാപ്പമാരുടെ പേരുകളിലേക്ക് ചേർത്തിട്ടാണ്. ഫഅഹ്സിനു അസ്മാഅകും, അതുകൊണ്ട് നിങ്ങളുടെ പേരുകൾ നിങ്ങൾ നന്നാക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി. ഏതാണ് നല്ല പേര്? ഇന്ന അഹബ്ബൽ ഇസ്മി ഇലല്ലാഹി അബ്ദുല്ലാഹി വഅബ്ദുർ റഹ്മാൻ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലാഹി വഅബ്ദുർ റഹ്മാൻ. അബ്ദുല്ലാഹ്, അബ്ദുർ റഹ്മാൻ ഈ തുടങ്ങിയുള്ള പേരുകളാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇത്തരം പേരുകളാണ് മക്കൾക്ക് ഇടേണ്ടത്. ഏറ്റവും നല്ല പേര് അബ്ദുല്ലാഹി, അബ്ദുർ റഹ്മാൻ എന്നൊക്കെ. പേരൊക്കെ തേടി കുറെ ഇങ്ങനെ പോകേണ്ട കാര്യമില്ല. നാട്ടിൽ കുറെ ആൾക്കാർ പേരുണ്ടല്ലോ, അതും പ്രശ്നമല്ല, അതിനൊന്നും കുഴപ്പമില്ല. നാട്ടിൽ മറ്റു പലർക്കൊക്കെ ഉണ്ടായിക്കോട്ടെ, നിന്റെ മകന് ആ പേരിടണം, അത് നല്ലതാണ്, നല്ലതാണ്, നല്ലതാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള ചില ആദാബുകൾ, ഇങ്ങനെയുള്ള ചില മര്യാദകൾ, ഇതൊക്കെ പാലിച്ചാൽ പ്രിയപ്പെട്ട നമ്മുടെ മക്കളെ നാളെ പരലോകത്ത് നമുക്ക് കൺകുളിർമയുള്ള മക്കളാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള ദീനിയായ അച്ചടക്ക ബോധമുള്ള നല്ല അനുസരണയുള്ള മക്കളാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചു പോന്നാൽ പിന്നെയോ അവിടെ നിന്നങ്ങോട്ട് പ്രിയപ്പെട്ടവരെ ആവശ്യാനുസരണം, സ്നേഹവും ലാളനയും അതേപോലെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് മക്കളെ നല്ല വഴിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോയാൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പ, ഒരിക്കലും നമുക്ക് മക്കളെ നഷ്ടപ്പെടില്ല, ഒരിക്കലും നമുക്ക് നമ്മുടെ മക്കളെ നഷ്ടപ്പെടൂല. കഴിഞ്ഞയാഴ്ച ഒരു സഹോദരൻ അസ്ര നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ വന്യവയോധികനായ ഒരു വാപ്പ വന്നിട്ട് കരഞ്ഞുകൊണ്ട് വളരെ വേദനയോടെ പറഞ്ഞു, ഉസ്താദേ, ഞാൻ വലിയ സങ്കടത്തിലാണ് ഉസ്താദ്. എന്റെ മകൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അവനെ പോറ്റി വളർത്തിയത്. അവന് വേണ്ട എല്ലാ അറിവും ഞാൻ കൊടുത്തു. അങ്ങനെ ഞാൻ അവനെ ഒരുപാട് പണം ചെലവഴിച്ച് ഞാൻ അവരെ എഞ്ചിനീയർ ആക്കി. അവന് വലിയ വിദ്യാഭ്യാസമൊക്കെ ഞാൻ കൊടുത്തു. എല്ലാം കഴിഞ്ഞ് അവൻ ഇന്നൊരു പെണ്ണ് കെട്ടിയിരിക്കുകയാണ്. അവൻ ഇന്ന് കല്യാണം കഴിച്ചു നോക്കുമ്പോ, ഉസ്താദേ, കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലമായി അവനാകെ മാറിപ്പോയിട്ടുണ്ട് ഉസ്താദേ. അവന് എന്നെ വേണ്ട, അവന് എന്റെ ഭാര്യയെ വേണ്ട. ഉമ്മയും ബാപ്പയും അവനിപ്പോ ചെറുതാണ്. ഇപ്പോൾ അവന് ഉമ്മയും ബാപ്പയും ചെറുതാണ്. അവനിപ്പോൾ ഞങ്ങളെ തീരെ പരിഗണിക്കാറില്ല. അവൻ ഞങ്ങളെ ഒഴിവാക്കി പോയിരിക്കുകയാണ് എന്ന് സങ്കടത്തോടെ പറഞ്ഞ വന്യവയോധികനായൊരു മനുഷ്യനെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർത്തു പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സ്നേഹലാളനകളോടൊപ്പം അവർക്ക് ഉപദേശ നിർദ്ദേശങ്ങളും ആവശ്യാനുസരണം കൊടുക്കണമെന്നാണ് പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നത്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, മൻ കാന ലഹു സബിയുൻ, ഒരാൾക്ക് കുട്ടിയുണ്ടെങ്കിൽ ഫല്യതസ്വാബ് ലഹു, അയാൾ ആ കുട്ടിയോട് കുട്ടിത്വം കാണിച്ചു കൊള്ളട്ടെ. കുട്ടികളോട് കുട്ടിത്വം കാണിക്കുന്നവനാകണം ബാപ്പ. കുട്ടികളോട് ഗൗരവം കാണിക്കരുത്. ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങളിൽ ഏറ്റവും നല്ലവർ നിങ്ങളുടെ ഭാര്യ മക്കളോട് സ്നേഹമസൃണമായ ഇടപെടലുകൾ നടത്തുന്നവനാണ്. വഅന ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങളിൽ ഭാര്യ മക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്നവൻ ഞാനാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഏറ്റവും നല്ലവൻ ഭാര്യ മക്കളോട് നല്ലപോലെ പെരുമാറുന്നവനാണ്. നാട്ടുകാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുന്നവനല്ല. ചില ആളുകൾ അങ്ങനെയാണ്, നാട്ടുകാരുടെ മുമ്പിൽ നല്ല വിലയാണ്. അവനെ കുറിച്ച് നാട്ടുകാർക്കൊക്കെ നല്ല നൂറനാവാണ്. നാട്ടുകാരൊക്കെ നല്ല അഭിപ്രായമാണ് അവനെ പറ്റി പറയാ. പക്ഷെ അവന്റെ കൂടെ കിടന്ന ഭാര്യയ്ക്ക് അവനെ കുറിച്ച് നല്ല അഭിപ്രായമില്ല. എങ്കിൽ അവൻ നല്ലവനല്ല, എങ്കിൽ അവൻ നല്ലവനല്ല. അവൻ വീട്ടിലേക്ക് കയറി വരുമ്പോ
വട്ടം കൂടിയിരുന്ന് സംസാരിച്ചിരുന്ന മക്കളൊക്കെ നാല് ഭാഗത്ത് ചിതറിപ്പോവുകയാണ്. ഭാര്യ തിരിഞ്ഞു നടക്കുകയാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ വരുന്ന മനുഷ്യൻ അവനൊരു നല്ല ഭർത്താവല്ല, അവനൊരു നല്ല വാപ്പയല്ല, ആ പെണ്ണിനൊരു നല്ല ഭർത്താവല്ല, ആ മക്കൾക്കൊരു നല്ല വാപ്പയല്ല എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. കുട്ടികളോടൊക്കെ കുട്ടിത്തം കാണിക്കണം, കുട്ടികളോട് സ്നേഹം കാണിക്കണം, അവർക്ക് ലാളന നൽകണം. സ്നേഹമസരണമായ ഇടപെടലുകളിലൂടെ അവരുടെ മനസ്സിനെ കവർന്നെടുക്കണം. അല്ലാതെ പ്രിയപ്പെട്ടവരെ അടിച്ച് മർദ്ദിച്ച് ചീത്ത പറഞ്ഞ് ശപിച്ച് ആ മക്കളുടെ ഭാവിയെ നഷ്ടപ്പെടുത്തുകയല്ല ഒരു വാപ്പ ചെയ്യേണ്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബ്ബലൻ നബിയ്യു വൽ ഹസൻ ഇബ്നു അലി, മഹാനായ തന്റെ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ചുംബിച്ചുവല്ലോ. വഇൻദഹു അൽ അഖ്റ ഇബ്നു ഹാബിസ്, അഖ്റ ഇബ്നു ഹാബിസ് എന്ന ഒരു സഹോദരൻ, ഒരു സ്വഹാബി വര്യൻ അരികിൽ നിൽക്കുന്നുണ്ട്. ഹബീബായ നബി തങ്ങൾ പേരക്കുട്ടിയെ ചുംബിച്ചപ്പോ അഖ്റ ഇബ്നു ഹാബിസ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് 10 മക്കളെങ്ങാനുമുണ്ട്, ഞാൻ ഇതുവരെ ഒരാളെയും ചുംബിച്ചിട്ടില്ല നബിയേ, ഞാൻ ഒരാളെയും ചുംബനം നൽകിയിട്ടില്ല. ഹബീബായ നബി തങ്ങളൊന്ന് ചിരിച്ചു, ആ മനുഷ്യന്റെ മുഖത്തേക്ക് അത്ഭുതത്തോടെ നോക്കി, എന്നിട്ട് പറഞ്ഞു, മക്കളോട് കാരുണ്യം കാണിക്കാത്തവൻ, മക്കളോട് കരുണ ചെയ്യാത്തവൻ ലാ യുർഹം, വാർദ്ധക്യ സഹജമായ രോഗം ബാധിച്ച് അവശനായി കിടക്കുമ്പോ മക്കളിൽ നിന്ന് തിരിച്ചും കാരുണ്യം പ്രതീക്ഷിക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി തങ്ങൾ തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ആൺമക്കളായാലും പെൺമക്കളായാലും സ്നേഹലാളനയോടെ മക്കളെ പോറ്റി വളർത്തൽ മാതാപിതാക്കളുടെ ബാധ്യതയാണ്. മക്കൾക്ക് സ്നേഹം കൊടുക്കണം. അത് കൊടുക്കാതിരിക്കുമ്പോഴാണ്, സ്നേഹം കിട്ടേണ്ടിടത്ത് നിന്നത് കിട്ടാതിരിക്കുമ്പോഴാണ് അത് കിട്ടുന്ന ഇടങ്ങളിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഓടിപ്പോകുന്നത്. ഒളിച്ചോട്ടങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണല്ലോ ഇത്. മതം നോക്കാതെ, ജാതി നോക്കാതെ, ഒന്നും നോക്കാതെ ഇറങ്ങിയോടുന്ന മധുര 17കാരികൾ വർദ്ധിച്ചു വരുന്ന വർത്തമാനത്തിന്റെ ദുരന്തഭൂവിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തേ ഇങ്ങനെ നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ പോകാൻ കാരണം? അള്ളാഹു നമ്മുടെ മക്കളെ കാത്ത് രക്ഷപ്പെടുത്തട്ടെ. ശ്രദ്ധിച്ചോ സഹോദരങ്ങളെ, ശ്രദ്ധിച്ചോ. വളരെ ഗൗരവത്തോടെ നമ്മൾ ഓർക്കേണ്ട വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, എന്തേ നമ്മുടെ മക്കൾ ഇങ്ങനെ ഒന്നും നോക്കാതെ മാതാപിതാക്കളെ കണ്ണീരിലാഴ്ത്തി ഒളിച്ചോടാൻ കാരണം? കഴിഞ്ഞ 3-4 മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിൽ സുബ്ഹാനല്ലാഹ് ഒരു ഹൈന്ദവ വിശ്വാസിയോടുകൂടെ ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടിപ്പോയത് ഒരു ഉസ്താദിന്റെ മകളാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ഉസ്താദിന്റെ മകളാണ്. അത്ഭുതപ്പെട്ടു പോയി പ്രിയപ്പെട്ടവരെ. എന്ന് മാത്രമല്ല, അവര് രജിസ്റ്റർ കല്യാണം ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞ് ഇതിൽ മാനഹാനി വന്ന്, വല്ലാത്ത വിഷമം വന്ന്, ആ സഹോദരിയുടെ, ആ പെണ്ണിന്റെ സഹോദരൻ, പെണ്ണിന്റെ ആങ്ങള, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മനം നൊന്ത് ആത്മഹത്യ ചെയ്തു. സുബ്ഹാനല്ലാഹ്, 17കാരിയായ പെണ്ണ് ഒളിച്ചോടി. 2-3 ദിവസം കഴിഞ്ഞപ്പോ അതിൽ മനം നൊന്ത് ആങ്ങള ആത്മഹത്യ ചെയ്യാൻ. ഒരു മാതാപിതാക്കളുടെ വിഷമം നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്തായിരിക്കും അവരുടെ മനോനില? എന്തായിരിക്കും അവരുടെ മനോനില? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 15 വയസ്സുവരെ അച്ചടക്കത്തോടെ മാതാപിതാക്കൾ പോറ്റി വളർത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് അവർ പിഴച്ചുപോയതെങ്കിൽ മാതാപിതാക്കൾ ഉത്തരവാദിയല്ല. 15 വയസ്സുവരെ, പ്രായപൂർത്തി എത്തുന്നത് വരെ മാതാപിതാക്കളെ സമ്പൂർണ്ണ ദീനിയായ അച്ചടക്കത്തോടെയാണ് പോറ്റി വളർത്തിയത്. യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. അതിനുശേഷമാണ് മക്കൾ വഴിപിഴച്ചു പോയത്. എങ്കിലും ആ മാതാപിതാക്കൾ അതിന് ഉത്തരവാദിയല്ല. നേരെ മറിച്ച് പ്രായപൂർത്തി എത്തുന്നത് വരെ ദീനിയായ അച്ചടക്കം പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. കല്യാണത്തിന് കൊണ്ടുപോയത് ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടാണ്. ജീൻസ് പാന്റും ടീഷർട്ടും അണിയിച്ചുകൊണ്ടാണ് പെൺകുട്ടികളെ കല്യാണത്തിനും ഷോപ്പിങ്ങിനും സ്കൂളിലേക്കുമൊക്കെ പറഞ്ഞയച്ചത്. പ്രിയപ്പെട്ടവരെ, ദീനിയായ
ദീനിയായ ചുറ്റുപാടിൽ അവളെ വളർത്തിയിട്ടില്ല. അങ്ങനെ മക്കൾ പിഴച്ചു പോയതാണെങ്കിൽ ഈ മാതാപിതാക്കൾക്ക് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ സാധ്യമല്ല. മാതാപിതാക്കൾ ഉത്തരവാദികളാണ്. മക്കളെ നല്ല പോലെ ദീനിയായ അച്ചടക്കത്തിൽ പോറ്റി വളർത്തിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ശ്രദ്ധിക്കണം. കഴിഞ്ഞ വർഷം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജില്ലയിൽ നിന്ന് ഒളിച്ചോടിപ്പോയ ഒരു പെണ്ണ്, ഒളിച്ചോടിയ ഒരു 17കാരി, ആ 17കാരിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയപ്പോ ഉമ്മയുടെയും ബാപ്പയുടെയും മുമ്പിൽ നിന്ന് കൗൺസിലർ ചോദിച്ചു, അല്ല മോളെ, ഉമ്മയെയും ബാപ്പയെയും ഒഴിവാക്കി എന്തിനാണ് ഈ ചെറുപ്പക്കാരന്റെ കൂടെ പോയത്? അന്ന് അഭിമാനത്തോടെ യാതൊരു വിഷമവുമില്ലാതെ കരഞ്ഞ് കണ്ണുനീരൊലിപ്പിക്കുന്ന ബാപ്പയുടെ ഉമ്മയുടെ മുന്നിൽ നിന്ന് ആ പെൺകുട്ടി പറഞ്ഞത്, ഈ ഉമ്മയുടെയും ബാപ്പയുടെയും കൂടെ ഇനിയും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം സ്നേഹം എന്താണ്, ലാളന എന്താണെന്ന് എനിക്ക് ഇവരിൽ നിന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. സ്നേഹം എന്താണെന്ന് ഇവരിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടില്ല. എനിക്ക് സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞതും ഞാൻ പഠിച്ചതും ഞാൻ മനസ്സിലാക്കിയതും ഈ ചേട്ടനിൽ നിന്നാണ്, ഈ ചെറുപ്പക്കാരനിൽ നിന്നാണ്. ആരായത് പറയുന്നത്? മധുര 17കാരികൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ വാത് കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾക്ക് സ്നേഹലാളനകൾ കൊടുത്തു വളർത്തണമെന്ന് തന്നെയാണ് അള്ളാഹുവിന്റെ മതം പഠിപ്പിക്കുന്നത്. പക്ഷേ അത് അമിതമാകരുത്, അത് നമ്മൾ ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് ومن يفعل ذلك فأولئك هم الخاسرون. സൂറത്തുൽ മുനാഫിഖൂൻ 9-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയാൻ, ഓ സത്യവിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളെ അശ്രദ്ധരാക്കാതിരിക്കട്ടെ. അൻ ദിക്രില്ലാഹ്, ദൈവിക സ്മരണയിൽ നിന്ന്, അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധരാക്കാതിരിക്കട്ടെ. വമൻ യഫ്അൽ ദാലിക്, അങ്ങനെ ആരെയെങ്കിലും മക്കളും സമ്പത്തും ഏതെങ്കിലും ഒരാളെ ദൈവിക സ്മരണയിൽ നിന്ന് അശ്രദ്ധമാക്കിയാൽ ഫൗലായിക ഹുമുൽ ഖാസിറൂൻ, അവർ തന്നെയാണ് പരാജിതർ, അവർ തന്നെയാണ് പരാജിതർ. വിശുദ്ധ ഖുർആനിൽ ബയ്യന അല്ലാഹു അസ്സ വജൽ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയാണ്, അല്ലാഹുവിന്റെ കലാം, ഇത് അല്ലാഹുവിന്റെ വചനമാണ്. അല്ലാഹുവാണ് പറയുന്നത്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്ന് അശ്രദ്ധമാക്കാതിരിക്കട്ടെ. മക്കൾക്ക് സ്നേഹലാളന കൊടുക്കണം. പക്ഷെ അവരിൽ നിന്ന് തെറ്റ് കണ്ടാൽ അത് മക്കളല്ലേ, അത് മോനല്ലേ, എങ്ങനെയാ അത് പറയാ എന്ന് ചിന്തിച്ചത് പറയാതിരിക്കരുത്. 7 വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ 7 വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കണം. ഇത് അല്ലാഹുവിന്റെ മതമാണ്, അല്ലാഹുവിന്റെ മതത്തിന്റെ നിയമമാണ്. 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രായത്തിൽ അടിച്ചാലേ, ആ പ്രായത്തിൽ പറഞ്ഞു കൊടുത്താലേ കുട്ടികൾ കേൾക്കൂ എന്ന ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് ആ പ്രായം തന്നെ പറഞ്ഞത്, അല്ലാതെ വെറുതെ അങ്ങ് പ്രായം പറഞ്ഞതല്ല. 7 വയസ്സായ കൽപ്പിക്കണം, അത് കേൾക്കുന്ന സമയമാണ്. 10 വയസ്സായ ചെറുതായിട്ട് നടിക്കും വേണം നിസ്കരിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മള് 12ഉം 13 വയസ്സാകുമ്പോഴാണ് കൽപ്പിക്കാൻ തന്നെ തുടങ്ങുക, അല്ലെ? നിസ്കരിക്കാത്തതിന്റെ പേരിൽ അടിക്കുന്നതോ 10-18 വയസ്സാകുമ്പോ. ആ സമയം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരിച്ചടിക്കാനുള്ള പക്വത ആ മക്കൾക്ക് എത്തിയിട്ടുണ്ടാകും. നീ ഒന്നടിക്കുമ്പോൾ ഒരു പക്ഷേ ഉമ്മാക്ക് 2 ഇങ്ങോട്ട് കൊടുക്കും. ആ രൂപത്തിലേക്ക് മക്കൾ വളർന്നു പോകും. അതുകൊണ്ടാ പറയുന്നത് 7 വയസ്സാകുമ്പോ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കുന്നില്ലെങ്കിൽ അടിക്കണം. 7 വയസ്സെന്നൊക്കെ പറയുമ്പോ ഏകദേശം ഇന്ന് 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പ്രായം മദ്രസയിൽ. ആ സമയത്ത് തന്നെ വേണം എന്നർത്ഥം. ഉമ്മമാർക്ക് ഒത്തിരി കാരുണ്യം കൂടുതലാണ്, അല്ലെ? മക്കളിങ്ങനെ സുബഹയ്ക്ക് കിടന്നുറങ്ങുമ്പോ വാപ്പ വിളിച്ചാലും ഉമ്മമാര് പറയും, കുട്ടിയല്ലേ, കുറച്ച് കഴിഞ്ഞോട്ടെ. അത് പറയരുത്, അത് ഉമ്മമാർക്കൊരു കുഴപ്പമാണ്. കുട്ടിയല്ലേ, കുട്ടിയായിട്ട് തന്നെയാണ് കുറച്ച് വലുതാവുക, അല്ലെ? അപ്പൊ ആ സമയത്ത് തന്നെ പരിശീലിപ്പിക്കണം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ അശ്രദ്ധമാക്കാതിരിക്കട്ടെ. അപ്പൊ ആവശ്യാനുസരണം അവർക്ക് ഉപദേശ നിർദ്ദേശങ്ങളും കൊടുക്കാൻ കഴിയണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അഖദൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു തംറതൻ മിൻ തംരി സദഖ. നേരത്തെ ഹബീബായ നബി തങ്ങൾ ചുംബിച്ച അതേ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട സദഖയുടെ കാരക്കയുടെ കൂട്ടത്തിൽ നിന്നൊരു കാരക്ക തന്റെ വായയിലിട്ടു. ഫജഅലഹാ ഫീ തന്റെ വായിലിട്ട് ചവക്കാൻ തുടങ്ങി. ഹബീബായ നബി തങ്ങൾ അത് കണ്ടു. കഖിൻ കഖിൻ ഇർനി ബിഹാ അമാ അലിംത അന്നാ ലാ നഅകുലു സദഖ. ഇമാം ബുഖാരി തങ്ങൾ തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. ഹബീബായ നബി തങ്ങൾ പേരക്കുട്ടിയുടെ വായയിൽ നിന്ന് ആ സദഖയുടെ മുതൽ, അത് പ്രവാചക കുടുംബത്തിന് പാടില്ലല്ലോ. സക്കാത്തിന്റെ മുതലാണത്, സദഖയുടെ മുതലാണ്, അത് പ്രവാചക കുടുംബത്തിന് പാടില്ല. ഹബീബായ നബി തങ്ങൾ ഹസനോട് ചോദിച്ചു, യാ ഹസൻ അമാ അലിംത, നിനക്കറിയില്ലേ അന്നാ ലാ നഅകുലു സദഖ, നമുക്ക് സദഖ തിന്നാൻ പാടില്ലെന്ന് നിനക്കറിയില്ലേ എന്ന് ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ആ പേരക്കുട്ടിയുടെ വായയിൽ നിന്ന് ആ ഈത്തപ്പഴത്തിന്റെ അവശിഷ്ടങ്ങൾ താഴേക്ക് വലിച്ചെറിഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അച്ചടക്കം പഠിപ്പിക്കണം വളരെ ചെറുപ്പത്തിൽ തന്നെ. കുന്തൂലാമൻ ഫീ ഹിജ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹഫ്സ് ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹു പറയാൻ, അബൂ ഹഫ്സ് അംർ ഇബ്നു അബീ സലമ എന്നവർ പറയാൻ, ഞാൻ ഹബീബായ നബി തങ്ങളുടെ മടിയിൽ ഇരിക്കുകയായിരുന്നു കുഞ്ഞായിരുന്ന നേരത്ത്. വകാനത്ത് യദീ തതീഷു ഫിസ്സുഹഫാ, എന്റെ കൈയാകട്ടെ മുമ്പിലുള്ള ഭക്ഷണത്തളികയിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. മുമ്പിലുള്ള ഭക്ഷണത്തളികയിൽ നിന്ന് 4 ഭാഗത്തേക്കും കൈയിട്ട് ഞാൻ ഭക്ഷണം വാരുന്നുണ്ട്. ഹബീബായ നബി തങ്ങൾ എന്നോട് പറഞ്ഞു, യാ ഗുലാം, യാ ഗുലാം, മോനെ സമ്മില്ലാ, നീ ബിസ്മി ചൊല്ലണേ. വകുൽ ബിയമീനിക, നീ നിന്റെ വലതു കൈ കൊണ്ട് കഴിക്കണേ. വകുൽ മിമ്മാ യലീക്, നിന്നോട് അടുത്ത ഭാഗത്ത് നിന്ന് കഴിക്കണേ. 4 ഭാഗത്ത് നിന്നും നീ കൈയിട്ട് വാരരുത്, നിന്റെ അടുത്ത ഭാഗത്ത് നിന്ന് നീ കഴിക്കണേ. നീ ബിസ്മി ചൊല്ലണേ, നീ വലത് കൈ കൊണ്ട് കഴിക്കണേ എന്നോട് എന്റെ ഹബീബ് പഠിപ്പിച്ചു തന്നു ഞാൻ കുഞ്ഞായിരിക്കുമ്പോ എന്ന മഹാനായ അബൂ ഹഫ്സ് ഉമർ ഇബ്നു അബീ സലമ എന്നവർ പറയാണ്. ഹബീബായ നബി തങ്ങൾ ദീനിയായ അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ മക്കൾക്ക് സ്നേഹം കൊടുക്കണം, ആവശ്യാനുസരണം അവർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കണം. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, വ ഉമർ അഹ്ലക ബിസ്സലാത്ത് വസ്തബിർ അലൈഹാ. നബിയേ, അങ്ങയുടെ കുടുംബത്തോട് അങ്ങ് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ. വസ്തബിർ അലൈഹാ, അതിന്മേലുള്ള പ്രയാസങ്ങളിൽ ക്ഷമിക്കാനും മക്കളോട് ഉപദേശിക്കണേ, പറയണേ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പൊ അച്ചടക്കബോധം മക്കൾക്ക് പഠിപ്പിക്കണം പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ബാധ്യതയാണത്, മാതാപിതാക്കൾ. പിന്നെ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അനുസരിക്കേണ്ട പ്രായത്തിൽ അവരനുസരിപ്പിക്കണം, അതും സ്നേഹം കൊണ്ട് അവരെ കീഴടക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ ഉദ്ദേശിച്ച സമയം കഴിഞ്ഞു കടന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ മക്കൾ ഭൂമിയിലെ സ്വർഗമായി തന്നെ നമുക്ക് മാറും. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമുക്ക് നരകമായിട്ടാണ് വരിക. ഭൂമിയിലും നാളെ പരലോകത്തും നമ്മുടെ മക്കൾ കാരണം നമുക്ക് നരകമാണ് ഉണ്ടാവുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, എഴുന്നേറ്റ് പോകരുത്, ദുആയുണ്ട് ഇൻഷാ അല്ലാഹ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ദുആയാണ്, അവസാനത്തെ പ്രാർത്ഥന ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ആരും എഴുന്നേറ്റ് പോകരുത്. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുകയും പ്രിയപ്പെട്ടവരെ കഴിവിന്റെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിഫലനം ചെലുത്താൻ ഈ വിഷയം ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം